വേദപുസ്തകത്തിലെ, അതായത് ഈ 66 പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. ബഹുമാന്യ കർത്തദാസനൊക്കെ ദൈവവചനം നന്നായിട്ട് പഠിപ്പിക്കുന്നവരും നല്ല തിട്ടമുള്ളവരുമാണ്. അതുകൊണ്ട് തിയോളജി പരമായിട്ടൊന്നും ഞാൻ പോകുന്നില്ല, ഞാൻ കൈവെക്കുന്നുമില്ല. ഇത് എന്തിനാ ലോകം ഉണ്ടാക്കുന്നത്? നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായിട്ട് ചില കാര്യം ചിന്തിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സത്യവേദ പുസ്തകം 66 പുസ്തകം, ഇതുപോലൊരു പുസ്തകം ഉലകത്തിലില്ല, ഉണ്ടാകത്തുമില്ല, ഉണ്ടാക്കാനൊക്കത്തുമില്ല. തന്നെയല്ല, ഈ പുസ്തകത്തിന് മാത്രമേ ഈ പേരുള്ളൂ, സത്യവേദ പുസ്തകം. രാമപുരത്തെ വാര്യര് ഒരിക്കലൊരു വരി വഞ്ചിപ്പാട്ടിൽ എഴുതിയിട്ടുണ്ട്: 4 വേദം, 6 ശാസ്ത്രം, 18 പുരാണങ്ങൾ. രാജാവുമായിട്ട് വൈക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് ശ്യാനന്തൂരപുരം, അപ്പം തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ വള്ളത്തെ പോകില്ലയോ, അപ്പം പറഞ്ഞ് വാര്യരെ വെറുതെ ഇരിക്കേണ്ട, ഒരു പാട്ടുണ്ടാക്കാൻ. അങ്ങനെ വള്ളത്തിൽ ഇരുന്നുണ്ടാക്കിയ പാട്ടാ നഭോന്നത വൃത്തത്തിൽ, അതിനാ വഞ്ചിപ്പാട്ട്. അപ്പോൾ അതിനകത്തൊരു വരിക: 33 കോടി ദേവന്മാരും ഇന്ന് മൂർത്തിയായി മുപ്പാരിനു വിളക്കുമായി മാർത്താണ്ഡാഖ്യയായിരിക്കും പ്രത്യക്ഷ ദേവതയുടെ. അപ്പൊ അതിനകത്തൊരു വരിക: 4 വേദം, 6 ശാസ്ത്രം, 18 പുരാണങ്ങൾ. അപ്പൊ 4 വേദം സ്കൂളിൽ പഠിച്ചത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. പക്ഷേ ഈ വേദങ്ങളൊക്കെ പലതുണ്ടെങ്കിലും ഞാൻ എന്റെ ശൈലി പറയാ, ഈ ഒരൊറ്റ വേദത്തിലെ സത്യവേദ പുസ്തകം, സത്യവേദം. ഈ സത്യവേദ പുസ്തകം 66 പുസ്തകങ്ങളാണ് അടങ്ങിയത്. സത്യവേദം നമുക്കിതൊക്കെ അറിയാം, ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് അറിയാം. നിങ്ങളിപ്പോ ഇത് ഇരിക്കുന്നത് ഞാൻ പറയുന്നത് തെറ്റുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. എനിക്ക് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം തെറ്റുന്നുണ്ടോ, എന്തിലേലും കയറി ഒന്ന് പിടിക്കാൻ പറ്റുമോ. അഥവാ തെറ്റുകാണെ നിങ്ങൾ അങ്ങ് ക്ഷമിക്കേ. അറിയാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിനായി ഇത് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ സത്യവേദ പുസ്തകം 66 പുസ്തകം, 2 ഭാഗങ്ങൾ. ആദ്യത്തെ പുസ്തകം പഴയ നിയമവും രണ്ടാമത്തെ ഭാഗം പുതിയ നിയമം, 2 ഭാഗമാണ്. അതിൽ പഴയ നിയമം 39 പുസ്തകങ്ങൾ, പുതിയ നിയമം 27 പുസ്തകങ്ങൾ. ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട് 40 എഴുത്തുകാര് വിവിധ ഇടങ്ങളിൽ ഇരുന്നാണ് ഈ പുസ്തകം എഴുതി തീർത്തിരിക്കുന്നത്. എഴുത്തുകാര് പല നിലകളിൽപ്പെട്ടവല്ല, അതായത് ഒരാൾ തച്ചിൻ ഇരുന്ന് എഴുതി തീർത്തതല്ല ഈ 66 പുസ്തകം. അങ്ങനെ എഴുതി തീർത്ത പുസ്തകങ്ങൾ ധാരാളം ഉണ്ട്. ഉറക്കളച്ചിരുന്നങ്ങ് എഴുതി. ഈയിടെ ഞാൻ ചോദിച്ചും പറഞ്ഞു പുസ്തകം പെരയ്ക്കകത്തിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഒരാൾ തച്ചിൻ ഇരുന്ന് എഴുതിയതല്ല, 40 എഴുത്തുകാര് ചേർന്ന് എഴുതിയതാണ്. ഇവര് പല നൂറ്റാണ്ടുകളിൽ ജീവിച്ച ആൾക്കാരാ, അല്ലാതെ ഒരു നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചവരല്ല. പലരും അന്യോന്യം കണ്ടിട്ടുമില്ല. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പുസ്തകം എഴുതിയ മോശയും ഒടുവിലത്തെ പുസ്തകം എഴുതിയ യോഹന്നാൻ അപ്പോസ്തലനും 2 പേരും നേരിട്ട് കണ്ടിട്ടില്ല. നൂറ്റാണ്ടുകളുടെ വ്യത്യാസമാണ്. പക്ഷേ ഇത് വായിച്ചു വന്നാൽ 2 പേരും കൂടെ ഒന്നിച്ചിരുന്ന് എഴുതിയതുപോലെ തോന്നും. കാരണം ഉൽപ്പത്തിയിൽ പലതിന്റെ ആരംഭവും അതിന്റെ പലതിന്റെ അവസാനം വെളിപ്പാട് പുസ്തകത്തിലും 2 പേരോട് ചേർന്ന് എഴുതിയതാണ് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ 2 പേരും പല നൂറ്റാണ്ട് ജീവിച്ചവരാണ്. അത് അങ്ങനെ തോന്നാൻ കാരണം 2 പേരിലും അല്ല 40 പേരിലും വ്യാപരിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. മറ്റേ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ്. അതുകൊണ്ടാണ് ഈ പുസ്തകം ഒത്തത്. ഈ പുസ്തകത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. ഈ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ദൈവത്തില. വായിച്ചോ, ഒന്നിന്റെ ഒന്ന്. എന്തുവാ സങ്കടപ്പെട്ടിരിക്കുന്നത്? വായിക്കേ. ഓ, കാണാതാന്തേലും പറയാം, എന്നാലും അങ്ങ് വായിച്ചു. സൃഷ്ടിക്കട്ടെ ദൈവം. ആദിയിൽ ദൈവം. അങ്ങനെ ഈ പുസ്തകം ആരംഭിക്കുന്നു. ആദിയിൽ ദൈവം. അതാ ഈ പുസ്തകത്തിന്റെ ഒരു വിശേഷത. ദൈവം ഇല്ല എന്ന് മൂഢൻ പറയുന്നുണ്ട്. പക്ഷേ ഇത് പുസ്തകം ആരംഭിക്കുന്ന ആദിയിൽ ദൈവം. ഞാൻ ഉറപ്പിച്ചല്ലോ, ദൈവത്തിലായി പുസ്തകം തുടങ്ങുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ 39 പുസ്തകം, അതിലെ ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. 50 അധ്യായമാണ്.
ദൈവത്തിൽ തുടങ്ങിയെങ്കിലും ഉൽപ്പത്തി 50-ാം അധ്യായം അവസാനിക്കുന്നത് ശവപ്പെട്ടിയില്ല. വായിച്ച 50-ന്റെ ഒടുവിലത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു. യോസേഫും 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവനെ സുഗന്ധവർഗ്ഗം വിട്ട് അവനെ മിസ്രയീമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. ദൈവത്തിൽ തുടങ്ങി 50-ാം അധ്യായം വന്ന് അവസാനിപ്പിക്കുന്നത് ശവപ്പെട്ടിയില്ല. ഒരിക്കൽ മരിക്കും. ആ ഭാഗം വരുമ്പോൾ ഞാനത് പറയാം, സമയം കിട്ടുക. അപ്പോൾ ഈ പുസ്തകം ആരംഭിക്കുന്നത് ദൈവത്തിലാണ്. ഈ പുസ്തകത്തിന്റെ ഒരു വിശേഷത, ഇന്ന് വരെ ഇത് തിരുത്തേണ്ട ഗതികേട് വന്നിട്ടില്ല. അന്നാലത്തെ സാഹചര്യത്തിൽ എഴുതിയതാ, പുള്ളിക്ക് അറിവില്ലാതെ എഴുതി പോയതാ, അബദ്ധമാ, എന്നാൽ അത് വെട്ടിക്കള, അല്ലെ തൂക്കറവർ ഇട്ട് തൂക്ക്, അല്ലെ നമുക്കത് കീറിക്കളയാം, അത് നമ്മളല്ലേ ഭാഗം എടുക്കണ്ട. അങ്ങനൊന്നും ഗതികേട് ഈ പുസ്തകത്തിന് വന്നിട്ടില്ല. ഇത് അങ്ങനെ തന്നെയാണ്. ആകാശവും ഭൂമിയും ഒക്കെ മാറിപ്പോകും. ദൈവത്തിന്റെ വചനത്തിന്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലെന്നുള്ളത്. അങ്ങനെയുള്ള ഈ സത്യവേദ പുസ്തകം വളരെ വിലപ്പെട്ട ഭാഗങ്ങളാണ്. ഞാൻ എപ്പോഴും പറയും, ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. തീത്തോസ് 2:11 വായിച്ചു. ഞാൻ കൂടെ ഈ വാക്യങ്ങൾ വായിപ്പിക്കുന്നത് സഹോദരിക്ക് ബുദ്ധിമുട്ട് കാണുകയല്ലായിരിക്കും. ഒരു കൈയിൽ മൈക്ക് പിടിക്കുകയും ഒരു കൈ കൊണ്ട് താളം മറിക്കുന്നുണ്ട് ബുദ്ധിമുട്ട്. അടുത്തിരിക്കുന്ന 2 സഹോദരിമാര് മൈക്ക് പിടിച്ചു കൊടുക്കണം. നിങ്ങൾ വെച്ചോണ്ടിരിക്കരുത്, പുള്ളിക്കാരി വായിക്കുമ്പോ ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. 2 പേരും അപ്പുറം ഇപ്പുറം ഇരിപ്പുണ്ടല്ലോ, വെറുതെ ഇരിക്കുകയല്ലോ, അതുകൊണ്ട് അങ്ങ് ചെയ്യാം. തീത്തോസിനെ കാണാനിട്ടെന്നൊരു വാക്യമുണ്ട്, എന്നാലും 2:11 വായിരും. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ, ശ്രദ്ധിക്കുക, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്തെന്ന് ചോദിച്ചാൽ മനുഷ്യവർഗത്തിന്റെ രക്ഷ. മനുഷ്യവർഗത്തിന്റെ രക്ഷ അതാണ് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം. ആ രക്ഷ യേശുക്രിസ്തുവിൽ കൂടി മാത്രം. ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വ്യക്തി പ്രഭാവം നസറയനാകുന്ന യേശുക്രിസ്തു. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഒളിഞ്ഞും തെളിഞ്ഞും മറഞ്ഞും അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പരിലസിക്കുന്ന വ്യക്തി പ്രഭാവം മറ്റാരുമല്ല, നസറായനാകുന്ന യേശുക്രിസ്തു. അതാണ് ഈ പുസ്തകത്തിന്റെ വിശേഷത. അപ്പോൾ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയും പ്രധാന വ്യക്തി രക്ഷകനാകുന്ന നസറയനാകുന്ന യേശുക്രിസ്തു. അങ്ങനെയുള്ള ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ച എബ്രായ ലേഖനം. ഞാൻ ഓർപ്പിച്ചല്ലോ, പുതിയ നിയമത്തിലെ 27 പുസ്തകം അത് 8 എഴുത്തുകാര് ചേർന്ന് എഴുതിയതാണ്. പഴയ നിയമത്തിലെ 39 പുസ്തകം 32 എഴുത്തുകാരാണ്. പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 എഴുത്തുകാരാണ്. ആ 8 എഴുത്തുകാരിൽ നിങ്ങൾക്കറിയാം 4 പേര് അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാര് 4 പേര്, 1 മത്തായി, 2 പത്രോസ്, 3 യോഹന്നാൻ, 4 പൗലോസ്. 4 അപ്പോസ്തലന്മാർ. 4 പേര് അപ്പോസ്തലന്മാരല്ല. അത് മർക്കോസും ലൂക്കോസും യാക്കോബും യൂദയും. അവര് 4 പേരും അപ്പോസ്തലന്മാരല്ല. യേശുക്രിസ്തു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരുടെ കാര്യങ്ങൾ. എന്നാൽ അതിൽ 2 പേര് അപ്പോസ്തലന്മാരുടെ കൂടെ സന്തത സഹചാരികളായി ശുശ്രൂഷകൾ ചെയ്തവരാ. ഒന്ന് ലൂക്കോസും മറ്റ് മർക്കോസും. മർക്കോസ് പത്രോസിന്റെ കൂടെയും ലൂക്കോസ് പൗലോസിന്റെ കൂടെയും നിരന്തരം ശുശ്രൂഷകൾ വ്യാപൃതരായി. ഇങ്ങനെയുള്ള 8 പേരാൽ എഴുതപ്പെട്ടതാണ് പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ. ഇനി പുതിയ നിയമത്തിലെ 27 പുസ്തകത്തെ വേണമെങ്കിൽ ഒന്ന് 3ആയിട്ട് പകർത്ത് പഠിക്കാം. 1 ചരിത്ര പുസ്തകങ്ങള്, 2 ഉപദേശ പുസ്തകങ്ങള്, 3 ഭാവി പ്രവചനം. അതിലാദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തി. ഈ 5 പുസ്തകം ഒറ്റ വാക്ക് പറഞ്ഞ ചരിത്ര പുസ്തകങ്ങൾ. പിന്നീട് 21 ലേഖനങ്ങൾ, അത് മുഴുവൻ ഉപദേശ വിഷയങ്ങളാണ്. ഒടുവിൽ ഭാവി കാലത്ത് സംഭവിക്കാനുള്ള വിഷയം ദൈവം തമ്പുരാൻ മറച്ചു വച്ചത് സമയമാകുമ്പോൾ മറ നീക്കി
വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാട് പുസ്തകം. ഇങ്ങനെ 3 ഭാഗമായിട്ട് വേണമെങ്കിൽ പകുത്ത് പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ചിലർ ചിന്തിക്കുക, ഇതൊക്കെ പറയാനാന്നോ ഇങ്ങനെ എരിഞ്ഞോണ്ട് വന്നത്? ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ചിലർക്ക് അറിയാം, ഇപ്പോഴും ഇത് അറിയാത്ത ആൾക്കാർ ഇതിനകത്തുണ്ടാകും. ഈ അടുത്ത കാലത്ത് ഞാനൊരു പ്രധാനപ്പെട്ട യോഗത്തിന് ചെന്ന് പുസ്തകകർമ്മം ചോദിച്ചപ്പോൾ പാടുന്ന ധാരാളം ആൾക്കാരും ചിലരും ഉണ്ട്, ഒന്നും അറിയത്തില്ല. ഒരാളെന്നെ കണ്ണടച്ച് കാണിച്ച് ചോദിക്കരുതെന്ന് ഞാൻ അവനെയും കൂടെ കരുതി പൊതുവെ ചോദിക്കുമ്പോൾ പുള്ളിക്ക് വർഷങ്ങളായിട്ട് ചില സുവിശേഷ വേലക്കാർക്കും ഇത് വലിയ തിട്ടമൊന്നുമില്ല. അത് നമ്മൾ പല രംഗങ്ങളിൽ കണ്ടിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് കൂടെ കൂടി ഇങ്ങനെ ഓർപ്പിക്കുന്നത്, അങ്ങനെയും ഒന്ന് ഗ്രഹിച്ചോട്ടെ. ഇത് ചെറിയ കാര്യങ്ങളല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. പിന്നീട് 21 പുസ്തകം ഉപദേശ വിഷയങ്ങൾ. 3-ാമത്തെ ഭാഗം വരുവാൻ ഇരിക്കുന്ന വിഷയങ്ങൾ, അതാ വെളിപ്പാട് പുസ്തകം. അപ്പോൾ ആദ്യത്തെ 5 പുസ്തകം ഞാൻ ഓർപ്പിച്ചല്ലോ, ചരിത്ര പുസ്തകം. ആ ചരിത്ര പുസ്തകത്തെ 2ആയിട്ട് തരംതിരിക്കണം. ആ ചരിത്ര പുസ്തകത്തെ 2ആയിട്ട് പഠിക്കുമ്പോൾ ആദ്യത്തെ 4 പുസ്തകം ഒരു വ്യക്തിയുടെ ചരിത്രമാണ്. അത് മറ്റാരുമല്ല, ഞാനും നിങ്ങളും ആരാധിക്കുന്ന, നമ്മളെ വീണ്ടെടുത്ത് രക്ഷിച്ച യേശു കർത്താവിന്റെ ചരിത്രം. മത്തായി 28 അധ്യായവും, ലൂക്കോസ് 24 അധ്യായവും, മർക്കോസ് 16 അധ്യായവും, യോഹന്നാൻ 21 അധ്യായവും. ഇത്ര അധ്യായത്തിൽ ഒരു വ്യക്തിയുടെ ചരിത്രമാണ്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യവും കൂടെ ഇച്ചിരി അങ്ങോട്ട് മാറ്റി വെച്ചോട്ടെ. എനിക്ക് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ, ചരിത്രം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ പഠിക്കുമ്പോൾ സൃഷ്ടിവൃത്തത്തിന്റെ ചരിത്രമാണ്. സൃഷ്ടിവൃത്തത്തിന്റെ ചരിത്രം. ഈ കാണുന്ന സകലത്തിന്റെയും ചരിത്രം ഉൽപ്പത്തി 1-ാം അധ്യായത്തിലുണ്ട്. ഓടിച്ച് 1-2 വാക്യം വായിച്ചു ദൈവദാസി, വായിച്ചാട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അതെ, ഇത് അറിവുള്ളവരുണ്ടല്ലോ. സൂര്യനെ പറ്റി, വെളിച്ചത്തെ പറ്റി, ചന്ദ്രനെ പറ്റി, നക്ഷത്രങ്ങളെ പറ്റി എന്ന് പറഞ്ഞ വാനഗോളങ്ങളെ മുഴുവനും, പിന്നെ താഴോട്ട് പഠിച്ചു വരുമ്പോൾ ഭൂജല കേജല വസ്തുക്കൾ, മൃഗജാതി, ഇടജാതി, പറവജാതി, പിന്നെ ജലജാതി, വെള്ളത്തിലുള്ളത്, പിന്നെ ഈ കാണുന്ന സകല ചരാചരങ്ങളെയും, ഇതെല്ലാം 1-ാം അധ്യായത്തിൽ ആ സകലത്തിന്റെ സൃഷ്ടി, ദൈവത്തിന്റെ മഹത്വം. 1-ാം അധ്യായം ഒടുവിലേക്ക് വരുമ്പോൾ മനുഷ്യ സൃഷ്ടിയെയും കാണുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കാണുന്ന ഈ സകലത്തിന്റെ ചരിത്രം ഒരധ്യായത്തിൽ ഒതുക്കി. ചെറിയ വിഷയമല്ല. ശാസ്ത്രമൊക്കെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പ്രസംഗിക്കുന്നവരൊക്കെ ഇത് പറയുമ്പോൾ നമ്മള്, എന്റെ ഭാഷ, അകവാള് വെട്ടിപ്പോയി ഇങ്ങനെ ഗ്യാമം. ചരാചരങ്ങള്, വൃക്ഷലതാദികൾ, പക്ഷിമൃഗാദികൾ, ഭൂജല ഖേജന വസ്തുക്കൾ, ഇതിന്റെ എല്ലാ ചരിത്രം 10 അധ്യായത്തിൽ ഒതുക്കി. എന്നാൽ നിങ്ങൾ വചനം പഠിക്കുന്നവരാ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ 50-ാമത്തെ അധ്യായം വരെ നിങ്ങൾ പഠിച്ചാൽ, എന്റെ ഭാഷയാ, ഒരു കുടുംബത്തിന്റെ ചരിത്രമാണ്. ആ കുടുംബത്തിന്റെ, എന്റെ ഭാഷയ, ആദ്യത്തെ കാരണവര് അബ്രഹാം, അവറാച്ചൻ. 4 പേരുടെ ചരിത്രമാണ്. 1 അവറാച്ചൻ ചരിത്രം, 2 ഐസക്കിന്റെ ചരിത്രം, 3 ജേക്കബിന്റെ ചരിത്രം, 4 ഔസേപ്പിന്റെ ചരിത്രം. 4 പേര് ഒരു കുടുംബത്തിൽപ്പെട്ടതാണ്. ഈ ചരിത്രങ്ങൾ വിസ്തരിക്കാൻ ഏതാണ്ട് 38 അധ്യായമെടുത്തു. 38 അധ്യായം, 38അല്ലേ?
നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അധ്യായം കുറഞ്ഞോ കൂടിയോ? ഇവര് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ 38 എന്നുള്ളത് 39 ആക്കുക. കാരണം 11:27 മുതൽ അബ്രഹാമിന്റെ ചരിത്രം ആരംഭിക്കുന്നു. അപ്പം 39 നിങ്ങളൊന്ന് സന്തോഷിച്ചു. അപ്പോൾ 39 അധ്യായം ഒരു കുടുംബത്തിന്റെ ചരിത്രം. എന്നാൽ ഈ കാണുന്ന സകല ചരാചരങ്ങളുടെയും ശുദ്ധിവൃത്തങ്ങളുടെയും എല്ലാം ചരിത്രം ഒറ്റ അധ്യായത്തിൽ ഒതുക്കി. ഇതിന് പഠിക്കുന്ന ഒരു പാഠം ലോകത്തിന്റെ ചരിത്രത്തിനല്ല ഇതിനകത്ത് പ്രാധാന്യം, ദൈവത്തെ ആരാധിക്കുന്നവന്റെ ചരിത്രത്തിനാണ്. ദൈവത്തെ ഭജിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവ വഴികൾ നടക്കുന്നവന്റെ ചരിത്രത്തിന് ദൈവം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 39 അധ്യായം. ഇത് കാണുന്നതിന്റെ എല്ലാം ചരിത്രം ഒറ്റ അധ്യായത്തിൽ ഒതുക്കി. അങ്ങനെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലോകരക്ഷകനാകുന്ന യേശു ക്രിസ്തുവിന്റെ ചരിത്രം, അത് 4 പേര് ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എഴുതിയിരിക്കുക. യേശു ക്രിസ്തുവിന്റെ ചരിത്രം കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രമാണ്, നല്ല ചരിത്രമാണ് യേശുവിന്റെ ചരിത്രം. നമ്മുടെ ചരിത്രം ഒന്നും അധികം കേട്ടിരിക്കാൻ കൊള്ളുകയില്ല. നമ്മൾ പിന്നെ അവസരം കിട്ടുമ്പോൾ നല്ല കാര്യങ്ങളാ പറയുന്നത്. നമ്മള് പരിവക്കയുടെ പോയ കാര്യമൊന്നും ആരും പൊതുവിൽ പറയാറുമില്ല. കുടുംബചരിത്രമൊക്കെ ചിലരെഴുതുക. കുടുംബത്തിലെ ഒത്തിരി കൊഴാമറിച്ചിലുണ്ട്, അതൊന്നും എഴുതിയിട്ടില്ല. നിങ്ങൾ വല്ലതും കുടുംബചരിത്ര പുസ്തകം നിങ്ങളുടെയിലും കാണും, നിങ്ങളുടെ കുടുംബത്തിന്റെ ചരിത്രവും. എന്റെ ഈ ചില പുസ്തകങ്ങളുണ്ട്, ഇല്ലാത്തത് ഞാൻ ഉള്ളിടത്ത് സമയം കിട്ടുമ്പോൾ പോയി ഒന്ന് നോക്കും. കുടുംബചരിത്രം, പകലോമറ്റം, ശങ്കരപുരി, കാളികാവ്, അതുപോലെ തന്നെ ഇല്യം, കുരുടാമണ്ണില്, വട്ടശ്ശേരി, ചാമേല്, വാക്കേല്, ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ ഇതിലുണ്ട്. കളിയിക്കല്, കൊച്ചു കളിയിക്കല് ഇവിടെയുണ്ട്. പനവേലി, പിന്നെ നമ്മുടെ റാന്നി സൈഡല്ലേ, അപ്പം പിന്നെ ഇവിടുത്തെയും കൂടെ പറഞ്ഞേക്കാം. നമ്മുടെ ക്ലിമീസ് തിരുമേനിയുടെ വയല ഇടിക്കുള, സണ്ണി, പനവേല്, പിന്നെ ഓലിക്കല്, ഇരിക്കട്ടെ. പിന്നെ ഇവിടെ അങ്ങോട്ട് കയറുമ്പം എന്തുവാ, കൈതമംഗലം, കുടിച്ചാന്റെ വീട്ടുപേര് വെട്ടിത്തറ. ഇവിടെ എല്ലാം ചരിത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ പിന്നെ കാശും പുത്തനും ഒക്കെ വന്നുകൊണ്ട് ചിലര് അതെല്ലാം പിന്നെ ഒന്നുകൂടെ എഴുതുന്നുണ്ട്. നല്ല കാര്യമാണ്, കുറച്ച് അറിഞ്ഞിരിക്കാം. നിങ്ങൾ ഈ ചരിത്ര പുസ്തകം എല്ലാം വായിച്ച് ഇതിനകത്ത് ഈ കുടുംബത്തിൽപ്പെട്ട പല ആൾക്കാർക്കും കൊഴാമറച്ചിലും കുഴപ്പമുണ്ട്. അതൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. കൊടുത്താൽ ആരും ഇത് വായിക്കുകയില്ല, ആർക്കും അത്ര സന്തോഷം ഉണ്ടാകുകയല്ല. തന്നെയല്ല, ഇത് കുറച്ചു നേരം കേട്ടിരിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകും. നമ്മുടെ സഭയിലൊക്കെ ചിലർ സാക്ഷി പറയത്തില്ലേ, പുതുതായിട്ട് ആരെങ്കിലും വരുമ്പം പഴയ വിശ്വാസി ഒന്നുകൂടെ എഴുന്നേറ്റ് പഴയത് ഒന്നുകൂടെ ഒന്ന് വിളമ്പും. അന്നേരം നമ്മുടെ വിശ്വാസം, ഇത് കുറെ നാളായി. ഞങ്ങൾക്ക് ഒരാളുണ്ട്, എപ്പോ സാക്ഷിക്ക് സമയം കൊടുത്താലും പറയും, ആമേ ബോംബെ വെച്ച് ദേഹത്ത് വെള്ളം വീണു പൊള്ളി. ഇത് കേട്ട് പുള്ളി എഴുന്നേക്കുമ്പോൾ തിളച്ച വെള്ളം വീണ കാര്യം പറയാൻ എഴുന്നേറ്റ്. കാവാലത്ത് ഞങ്ങൾക്ക് ഒരമ്മയുണ്ടായിരുന്നു. എല്ലാ ഞായറാഴ്ചയും പുതുതായിട്ടൊക്കെ ആൾക്കാർ വരുമ്പോ, രാജപാസ് ഉള്ളപ്പോ കൊച്ചമ്മയുണ്ടോ, നമ്മുടെ രാജുവിന്റെ അമ്മ, വീട്ടുപേര് മറന്നുപോയി, നല്ലൊരമ്മയാണ്, ആറിനക്കരെ രാജു പാസയുടെ അമ്മച്ചി, നല്ലൊരമ്മയാണ്. വീട്ടുപേര് ഞാനിന്ന് പെട്ടെന്ന് വിട്ടുപോയി, കൊളങ്ങത്തറ. അപ്പൊ പുതുതായിട്ട് ഗസ്റ്റ് മാസ്റ്റേഴ്സോ ആരെങ്കിലും വന്ന അമ്മ എഴുന്നേറ്റ് പറയുന്ന ഇതാ, സഭായത്തിന് വന്നപ്പോ കന്നാലി കുത്താൻ വന്നു, കുത്തിയില്ല, കുത്താൻ വന്നു. അന്നേരം ഞാൻ ഓടി ബണ്ടേ കയറി, തീർന്നു. അപ്പൊ അമ്മ എഴുന്നേൽക്കുമ്പോഴേ കന്നാലിയുടെ കാര്യമാണ്.
അല്ല ഞാനും നിങ്ങളുമല്ല ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ യേശു ക്രിസ്തുവിന്റെ ചരിത്രം കേൾക്കുന്ന ആർക്കും ബുദ്ധിമുട്ടില്ല. ഈ ചരിത്രത്തിന്റെ വിശേഷത കേൾക്കുന്നവർക്ക് രോഗശാന്തി ഉണ്ടാക്കുന്ന ചരിത്രമാണ്. കേൾക്കുമ്പോൾ അവൻ അത്ഭുതങ്ങൾ നടക്കുന്ന ചരിത്രമാണ്. അവൻ പാപികൾ മാനസാന്തരപ്പെടുന്ന ചരിത്രമാ, രോഗികൾ സൗഖ്യമാകുന്ന ചരിത്രമാ, ഭൂതങ്ങൾ വിട്ടുപോകുന്ന ചരിത്രമാ, കുരുടർക്ക് അവൻ കാഴ്ച കൊടുക്കുന്ന ചരിത്രമാ, ചെകിടർക്ക് കേൾവി കൊടുക്കുന്ന ചരിത്രമാ, മുടന്തര തുള്ളിച്ചാടി നടക്കുന്ന ചരിത്രമാ, പക്ഷപാതക്കാരെ ചാടി എഴുന്നിട്ട് നടക്കുന്ന ചരിത്രമാ, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയ ചരിത്രമാ, രക്തസ്രവക്കാരിയുടെ വിടുതൽ നടന്ന ചരിത്രമാ, മരിച്ചവന്റെ മഞ്ചത്തെ തൊട്ടപ്പോൾ ചെറുക്കെ ചാടി എഴുന്നതിന്റെ ചരിത്രമാ. ഇന്ന് രാത്രി ഈ ചരിത്രത്തിന്റെ പ്രാധാന്യമാ. ഇത് കേൾക്കുന്നവർക്കെല്ലാം അനുഗ്രഹവും വിടുതലും നന്മയും. നമ്മുടെ ചരിത്രം ഒന്നും അധികം വിളമ്പാതിരിക്കുന്നതാ. പണ്ടൊരു യോഗത്തിന് ഞാനും ഇതുപോലെ നിങ്ങളെ പോലെ സദസ്സിലിരിക്കുക, ഒരാൾ പുള്ളിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്ന കുടുംബമാണ്, ഇന്നയാണ് ഇച്ചിരി കണ്ടമാനം പറഞ്ഞു. അന്നേരം എന്റെ അടുക്കയിരുന്നൊരു വലിയ പറഞ്ഞു, അവന്റെ ചരിത്രം അവന്റെ അമ്മയുടെ അനിയത്തി 4 പേരുടെ കൂടെ പോയതാണ്. അവന്റെ ചരിത്രം അപ്പൊ അറിയാവുന്നവർക്ക് അറിയാം. പറഞ്ഞോ ജോൺസൺ ഭാഷ ഏതാണ്ട് പറയുന്നത് ഇതൊക്കെ എന്തിനാ പറയുന്നതായിരിക്കും. ഇതെല്ലാം അറിഞ്ഞിരിക്കട്ടെ, എല്ലാവർക്കും ചരിത്രം അറിയാമല്ലോ. ഞാൻ പറയുന്ന നമ്മുടെ കുടുംബത്തിന്റെ ചരിത്രവും നമ്മുടെ ചരിത്രമൊന്നും അധികം വിളപ്പണ്ട. കേട്ടിരിക്കാൻ പറ്റുന്ന നല്ല ചരിത്രം യേശുവിന്റെ ചരിത്രമാണ്. കേൾക്കുമ്പോൾ വിടുതലുണ്ടാക്കുന്ന ചരിത്രമാണ് യേശു ക്രിസ്തുവിന്റെ ചരിത്രം. ഈ ചരിത്രം എവിടെല്ലാം വന്നിട്ടുണ്ടോ, എവിടെല്ലാം പറഞ്ഞിട്ടുണ്ടോ, അവിടെല്ലാം അവൻ സ്ഥിതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ആ യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ് ഇവിടെ മുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 രാത്രിയിലും അത് തന്നെയാ പറഞ്ഞത്, നാളെയും അത് തന്നെ. പിന്നെ പറയുന്നവരുടെ ശൈലി രീതി അനുസരിച്ചാ പറയുന്നത്. ചരിത്രം ഇതാ യേശു ക്രിസ്തുവിന്റെ. മുന്നേയിരുന്ന വന്നി എന്നും മാറാതിരുന്നവൻ നീ, മുന്നേയിരുന്നവൻ നീ. മുന്നേയിരുന്നവൻ നീ എന്നും മാറാതിരുന്നവൻ നീ, മുന്നേയിരുന്നവൻ നീ എന്നും മാറാതിരുന്നവൻ നീ. വന്നവൻ നീയെ വരാനുള്ളവൻ നീയെ, വന്നിക വല്ലവനെ. വന്നവൻ നീയെ വരാനുള്ളവൻ നീയെ, വന്നിത വല്ലവനെ. സുന്ദര രക്ഷകനെ, സുന്ദര രക്ഷകനെ, സുന്ദര രക്ഷകനെ, എന്നെ ആനന്ദ കാരണമേ, സുന്ദര രക്ഷകനെ. ശാരോനിലെ റോസമേ, ശാരോനിലെ റോസമേ, ശാരോനിലെ റോസമേ, എന്നെ കാരോമൽ സ്നേഹിത നീ, ശാരോനിലെ റോസമേ, എന്നെ കാരോമൽ സ്നേഹിത നീ. എന്മേൽ വിരിച്ച നിൻ സ്നേഹക്കോടിക്ക് എന്നും വിശ്രാമമേ, എന്മേൽ വിരിച്ച നിൻ സ്നേഹക്കോടിക്ക്
എന്നും വിശ്രാമം സുന്ദര രക്ഷകനെ സുന്ദര രക്ഷകനെ സുന്ദര രക്ഷകനെ എനിക്കാനന്ദകാരണനേ സുന്ദര രക്ഷകനെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി ഇവിടെ മുടങ്ങുന്ന ചരിത്രം യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. നല്ല ചരിത്രമാണ്. യാതൊരു അപാകതയില്ല, ന്യൂനതകളില്ലാത്ത, യാതൊരു ദോഷം പറയാൻ പറ്റാത്ത അവൻ നല്ല ചരിത്രമാണ് യേശുവിന്റെ ചരിത്രം. നാം ഒടുവിൽ ഇങ്ങനെ കർത്താവിന്റെ ക്രൂശീകരണ സന്ദർഭത്തിൽ, കഷ്ടാനുഭവങ്ങൾ, പീഡാനുഭവങ്ങളുടെ സന്ദർഭത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കള്ളസാക്ഷികളെ പലരെയും കൊണ്ടുവന്ന് കള്ളസാക്ഷി പറയിപ്പിച്ചു, അടുത്തത് ഒത്തുവന്നില്ല. കാശ് കൊടുത്ത കള്ളസാക്ഷി പറയുന്ന ആൾക്കാർ അന്ന് കൊണ്ട് ഇന്ന് കൊണ്ട് എല്ലായിടത്തും കൊണ്ട്. സഭയ്ക്കകത്തില്ലേ? എനിക്കൊന്ന് അതിനകത്ത് കൂടുതലെന്ന് തോന്നുന്നു. എല്ലായിടത്തും ഉണ്ട്. കാശ് കൊടുത്താൽ എന്തും പറയും. കാശിന് വേണ്ടി യാതൊരു അകൃത്യവും ഇല്ലാത്തവനാ, നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ. നമുക്കറിയാമല്ലോ, പീലാത്തോസ് ഒടുവിൽ വെള്ളമെടുത്ത് കൈ കഴുകിച്ച് പറഞ്ഞ, നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. യാതൊരു കളങ്കവും ഇല്ലാത്തവനാ ക്രിസ്തു. ആ ചരിത്രത്തിന് വളരെ പ്രാധാന്യം. യേശുക്രിസ്തുവിന്റെ ചരിത്രം 4 പുസ്തകങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. 5ാമത്തെ ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. അത് ആദിമ സഭയുടെ ചരിത്രമാണ്. ആദിമ സഭ. അപ്പൊ ചിലർക്ക് ഇപ്പൊ തർക്കം വരും, ആദിമസഭ ഏതായിരുന്നെന്നും. ചില പറയാ റോമൻ കാത്തലിക്സ് ആണ്, RC. അതുങ്ങളുടെ ചരിത്രം ഒന്നുമല്ല ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പൊ പറയാ യാക്കോബ ഓർത്തഡോക്സ് അന്ത്യോക്യ, അവരുടെ അന്ത്യോക്യ വെച്ച് ക്രിസ്ത്യാനി എന്ന പേരൊന്നും വേറെ, അതുങ്ങളുടെ ചരിത്രം ഒന്നുമല്ല പറഞ്ഞത്. മോനെ, നീ അവിടെ അടങ്ങി നീ ഇങ്ങനെ വീശി ധൂപക്കുറ്റി വീശും പോലെ പോകാതെ ഇനി നീ ഇങ്ങോട്ട് വരരുത്. അപ്പൊ ആദിമ സഭയുടെ ചരിത്രമാണ്. അത് റോമൻ കാത്തലിസം അല്ല, യാക്കോബ ഓർത്തഡോക്സും ഒന്നുമല്ല. അപ്പൊ പറയും മാർത്തോമക്കാരുടെ ചരിത്രമാണ്. AD 52 തോമാച്ചൻ ഇവിടെ കണ്ട് വന്നെന്നോ അതിന്റെ പിന്തുടർച്ച അവകാശപ്പെടുക മാർത്തോമക്കാരുടെ ചരിത്രമല്ല അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞേക്കുന്നത്. അപ്പൊ വേറൊരു വിഭാഗമുണ്ട്, റാന്നി സൈഡിലുണ്ട്, കനാനായ വള്ളത്തേൽ വന്നവരാ. അവര് ഇവിടെ ഇതിനകത്ത് വലിയൊരു ഉണ്ടോന്ന് അറിയാൻ മേല. ചിരി കണ്ടിട്ട് പഠിപ്പിക്കാൻ അതാണോന്നൊരു ചെറിയ ഊറിയ പറഞ്ഞപ്പോ പുള്ളിയ മുഖമൊക്കെ അങ്ങ് തെളിഞ്ഞു. അവര് പറഞ്ഞ ഒറിജിനലാണ്. പാട്ടുമൊക്കെ അവര് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ അവർ ഒപ്പിച്ച പാട്ടാ. കപ്പൽ കയറി മലനാടു നോക്കി പുറപ്പെട്ടാറ്, കൊടുങ്ങല്ലൂരങ്ങീതെ വന്നിറങ്ങി, 4 വെടിയും വേച്ച് വെടിവെച്ച് ഗോപുരം കയറുന്നപ്പോൾ ശിപ്പായിമാരവർ വിളികൊള്ളുന്നു. ചിലരുടെ മുഖം തെളിയുന്നു. എനിക്ക് പാട്ട് കേട്ടപ്പോ എനിക്ക് ആൾക്കാരെ പിടി കിട്ടി. പള്ളിത്തണ്ടിന്മേൽ കൊടിയും കൂത്തി, നല്ല പാട്ടാ. അപ്പൊ അവര് പറയുന്നത് അവരുടെ സഭയുടെ ചരിത്രം അല്ലല്ല. ഇത് കനാനായ യാക്കോബയുടെയും കനാനായ കത്തോലിക്കന്റെയും ചരിത്രമല്ല. അപ്പൊ ഇവരെയൊക്കെ കടത്തി വെട്ടി ബ്രദറുകാര് പറയുന്നത് ഞങ്ങളുടെ ചരിത്രമാണ്. സഹോദര സഭ അതുങ്ങളുടെ ചരിത്രമല്ല. അപ്പോൾ നമ്മുടെ ആൾക്കാർ പറയുന്നത് പെന്തിക്കോസ് സഭയുടെ ചരിത്രമാണ്. അപ്പോസ്തല പ്രവൃത്തി 2 എടുത്ത് നല്ല പിള്ളേരുടെ ഭാഷ പിന്നെ നല്ല ഗീച്ചെന്ന്. ഇത് മാളികമുറി തുടങ്ങിയ പെന്തിക്കോസുകാരുടെ ചരിത്രം. ഇപ്പോഴത്തെ ഈ പെന്തിക്കോസുകാരുടെ ചരിത്രമല്ല ഇതിനകത്ത് ഈ പറഞ്ഞേക്കുന്നത്. കാരണം ഈ സഭകളുടെ എല്ലാം ചരിത്രം പറയാൻ കൊള്ളാവുന്ന പുസ്തകം ഇതല്ല, അതിന് വേറെ പുസ്തകം കാണും. എന്നാൽ ഇതിനകത്ത് ഏത് സഭയുടെ ചരിത്രമാണ് പറഞ്ഞിരിക്കുന്നത്?
അത് നമുക്കെല്ലാം അറിയാം. വായിച്ച ഏതാ സഭ? 2:47 അപ്പോസ്തല പ്രവൃത്തി. അറിവുള്ള വാക്യമാ, മനപാഠമാ. എന്നാലും ദൈവദാസി വായിച്ചാട്ട് എന്തിനായി വായിപ്പിക്കുന്നുള്ളത് ഞാൻ കൂടെ പറയും. ചില ആൾക്കാർ എന്നെ പറ്റി എന്നെ ചില യോഗത്തിന് വിളിക്കാൻ വരുന്നത് ചില പറയും സെൻട്രൽ എന്നൊക്കെ പറയും, ഡിസ്ട്രിക്ട് എന്നൊക്കെ പറയും. അയാളെ വിളിക്കണ്ട. അതെന്നാന്ന് ചോദിക്കാൻ പറയും, ഓ അയാള് വായി വരുന്നതല്ല വിളിച്ചു പറയും. അയാൾക്ക് ബോധവും വിവരവും ഉള്ളവനല്ല. വായി വരുന്നത് എന്റെ വായിൽ എന്നതാ വരുന്നതായി വായിപ്പിക്കുന്ന വായി. 2:47 ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. അടുത്ത വാക്യമായിരുന്നു, രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ട്. അതാണ് സഭ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. ഇന്നീ കാണുന്നതൊന്നും ദൈവം വെച്ച സഭയല്ല. ഇതെല്ലാം തമ്മിൽ തല്ലുണ്ടാക്കി തുടങ്ങിയതും വഴക്കുണ്ടാക്കി തുടങ്ങിയതും ഇഷ്ടപ്പെടാതെ കൊണ്ട് തുടങ്ങിയതും വേറെ കൃത്യം കാണിച്ചു തുടങ്ങിയതും കാശുള്ളവരെല്ലാം കൂടെ ഒരു സഭ, കാശില്ലാത്തവരെല്ലാം കൂടെ അങ്ങനൊക്കെ ഉണ്ട്. ഇപ്പൊ ഒത്തിരി ഉണ്ട്. കാശല്ല എന്നാൽ പറയാം, അവരെല്ലാം വലിയ പുള്ളിക്കാരാണ്. അവരെല്ലാം കൂടെ ചേർന്ന് ഒരു സഭ, കാശില്ലാത്ത ഗതികേടുകാരെല്ലാം കൂടെ ഒരു സഭ, ബിസിനസ്സുകാരെല്ലാം കൂടെ ഒരു സഭ. അമേരിക്കയിലൊക്കെ വെളുത്ത ആൾക്കാരെല്ലാം കൂടെ ഒരു സഭ, കറുത്തവരെല്ലാം കൂടെ. എന്നോട് രണ്ടുപേരുണ്ട്, ഞാൻ കർമ്മന്മാരുടെ സഭയാണ്. അതെന്നാ സഭയാന്നുള്ളത് എന്നോട് പറഞ്ഞത്. അത് കർമ്മന്മാരുടെ എന്നെ ഇരുത്തി ഒരു മൂളിച്ച അവിടെ ഞാൻ കേട്ടു. ഈ സഭകളുടെ ഒന്നും കാര്യമല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദമിച്ച് ചെയ്ത പാപങ്ങളെ പറ്റി അവൻ പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ലോകരക്ഷകനാകുന്ന യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് അവൻ സ്വന്തം രക്ഷാനിർണയം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സഭയാണ്. അതാ ദൈവസഭ. അതിന്റെ ചരിത്രമായി പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തല പ്രവർത്തിക്കുന്നത്. അതാ ദൈവസഭ. ആ സഭയുടെ ചരിത്രം, ആ സഭയുടെ ആരംഭം, ആ സഭയുടെ ആരംഭ കാലങ്ങളിൽ എങ്ങനായിരുന്നു, ആ സഭ വളർന്നതെങ്ങനെ, അതൊക്കെയാ ഈ അപ്പോസ്തല പ്രവർത്തികളുടെ ചരിത്രം. അപ്പോൾ ആദ്യത്തെ 5 പുസ്തകം ചരിത്രം, അത് രണ്ടായിട്ട് യേശുക്രിസ്തുവിന്റെ ചരിത്രവും സഭയുടെ ചരിത്രവും. ഇനി എന്റെ ഭാഷ പറഞ്ഞാൽ മണവാളന്റെ മണവാട്ടിയുടെ ചരിത്രം. സ്തോത്രം. മണവാളന്റെ മണവാട്ടിയുടെ ചരിത്രം. 2 പുസ്തകം, 2 ഭാഗം. ഈ മണവാട്ടിക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് 21 ലേഖനങ്ങൾ. അങ്ങനെ ഉണ്ട്. പണ്ടത്തെ കല്യാണ ആലോചന പോലല്ലല്ലോ ഇപ്പോഴത്തത്. പണ്ടത്തെ കല്യാണാലോചന നിങ്ങൾക്കറിയാം, അനുഭവിച്ചവരുണ്ട്. പണ്ടൊക്കെ കുറച്ചുകൂടി വർഷങ്ങൾക്ക് മുമ്പ് കാരണവന്മാര് പോയെന്ന് കാണുക. കണ്ടേച്ച് പറയും, കുട്ടി ഇന്നടുത്തൊരു പെണ്ണുണ്ട്, കെട്ടിക്കോണം. ഓ കുടിച്ചാനാകുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ. ഭാര്യയോടും പറയും, റോസമ്മേ ഇന്നടുത്തൊരു ചെറുക്കനുണ്ട്, നീ ആയിക്കോട്ടെ. എന്നോട് ഞങ്ങളുടെ കുന്നുപറമ്പിലെ കൊച്ചമ്മ ഒരിക്കലും പറഞ്ഞത് അച്ചായനുമുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞതാ, മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞത്, എന്റെ വാസയെ എന്റെ കല്യാണത്തിന് പോലും ഞാൻ ഈ മനുഷ്യനെ ചൊവ്വെന്ന് കണ്ടില്ലെന്ന്. ഞാൻ ചോദിച്ചപ്പോ അതിന് മുന്നേ കണ്ടില്ല. ഓ മുന്നേ വല്ലതും കാണാൻ പറ്റുമോ? കാർന്നോൻ പോയി വടക്കേ മണ്ണിലെ അവറാച്ചനാ ഒരു കാർന്നോൻ. ഇവിടെ റാന്നിയില്ല, വടക്കാമണ്ണി അവറാച്ചന്റെ മൂത്ത പെങ്ങള് കല്ലിശ്ശേരിയിലുണ്ട്, തുണ്ടിമലയില്. അവർക്ക് 2 പെൺപിള്ളാരാ. അതിൽ മൂത്തതാണ് തങ്കമ്മാമ്മ, ഇളയതാ ബിയത്തമ്പിയുടെ ബന്ധുക്കാരി അന്നാക്കൊച്ചമ്മ, കറിയാച്ചനും അന്നാക്കൊച്ചമ്മയും തുണ്ടിമല. അവരെ മൂത്ത അമ്മയാ തങ്കമ്മാമ്മ. എന്നോട് പറഞ്ഞതാ, അപ്പച്ചനെ ചൂണ്ടിക്കൊണ്ട്, ഈ മനുഷ്യനെ ഞാൻ ചൊവ്വിനെ പോലും വന്ന് കണ്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ പിന്നെ എപ്പോഴാവുന്നു കണ്ടത്? ഓ കല്യാണം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോ പുള്ളിയെ ആ തെന്നിന്റെ വീട്ടിലോട്ട് വന്നു. ഞാൻ ചോദിച്ചു, അതിനെ കാണിക്കാൻ. ഓ അങ്ങനത്തെ കാലമാ, കാരണവന്മാരും എല്ലാവരും ഒക്കെ ഇല്ലയോ. പക്ഷെ അമ്മ പറഞ്ഞു, ഞങ്ങൾ ഇത്രയും കൊല്ലം ജീവിച്ചു, ഒരു കുഴപ്പവും ഇല്ലെന്ന്. അതാ വിഷയം. 7 മക്കളെ ദൈവം കൊടുത്തു. കുഞ്ഞുമാനച്ചാനാ മൂത്ത്. കുഞ്ഞുമാനച്ചാനും അനേച്ചാനും തമ്പിയും രാജുവും സാബുവും 2 പെൺപിള്ളേരെ ഷൈലയും ഷേർലിയും. അവരെല്ലാം പഠിപ്പിച്ച് പ്രാപ്തരാക്കി കല്യാണം നടത്തി. വർഷങ്ങൾ കഴിഞ്ഞപ്പോ അമ്മ പറയാ, ഞങ്ങൾ ഇതിന് മുമ്പൊന്നും കണ്ടില്ല, കല്യാണം പള്ളി. അപ്പൊ ഞാൻ പള്ളി വെച്ച്, ഓ പള്ളി വെച്ചതെല്ലാം മൂടി നിൽക്കുകയോ നോക്കാൻ പറ്റും. പക്ഷെ കുഴപ്പമൊന്നും വന്നില്ല. അന്നത്തെ കാഴ്ച അങ്ങനെ. ഇന്ന് അങ്ങനെയാണോ കാണുന്നത്? ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
പിള്ളേര് തന്നെ കണ്ടെല്ലാം കാര്യം തീരുമാനിച്ചു, അവര് തന്നെ ഡേറ്റും ഒക്കെ തീരുമാനിച്ചു. പിന്നെ ചില നല്ല പിള്ളേര് പറയും, പപ്പ മാർച്ച് 12 കല്യാണം, സമയമുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പൊ അങ്ങനത്തെ കാലമാ. അങ്ങനെ പിള്ളേര് ചോദിക്കുകയാണെ നീ ഭാഗ്യവാ, നിനക്ക് അയ്യോ വല്ലാത്ത കാലം. പപ്പായ്ക്കും മമ്മിക്കും സമയമുണ്ടോ? ഏതെങ്കിലും കല്യാണം മാർച്ച് അതല്ലേ. ഇപ്പോഴെ കല്യാണം നടക്കുമ്പം പാസ്റ്റർമാര് പറഞ്ഞു കണ്ടില്ലയോ, പേരൻസിനെയും വിളിച്ചേച്ച് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഈ സദസ്സിൽ കൊണ്ട് നിർത്തി അവരുടെ വിവാഹത്തിൽ കേട്ടിട്ടില്ലെന്നല്ല പറയുന്നുണ്ടല്ലോ. അങ്ങനത്തെ കാലം. എല്ലാരും ഒന്ന് കൈ അടിച്ചാട്ടെ, ഇവർക്ക് 2 പേർക്ക് കൂടെ. നിങ്ങളടിക്കുന്ന കാര്യമല്ലെന്ന്. ബോധവും ഗുണമില്ലാത്തത്. അവരെ കൊണ്ട് കൈ അടിപ്പിക്കുമെന്ന. നമ്മള് പിന്നെ എന്നാ പറഞ്ഞാൽ അടിക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ വിവാഹത്തിന് നിശ്ചയിക്കപ്പെട്ട ഒരു വധു. നിങ്ങളൊക്കെ കുടുംബസ്ഥരാ, ഞാനും കുടുംബസ്ഥനാ. ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഇന്നത്തെ രീതി അനുസരിച്ച് ഞാൻ പറയാം. ഇന്നത്തെ രീതി രാത്രി 10 കഴിഞ്ഞ ജോലിക്കുട്ടി ബിസിയാ, വിളിക്കുമ്പോഴെല്ലാം കീ കീ കീ. എന്നാ മേഴ്സിയെ വിളിക്കാൻ, മേഴ്സിയുടെ ഫോണ് 2 പേരൂടെ. അപ്പൊ എന്തുവാ ഈ പറയുന്നേ? അതിന് നല്ല രീതിയിൽ പറയുന്നവരുണ്ട്, നിർദ്ദേശങ്ങൾ കൊടുക്കും. മേഴ്സി, എൻഗേജ്മെന്റിന് നിന്റെ വലത്തെ കവളിന്റെ അവിടെ ഒരു പാട് കണ്ടു, കല്യാണത്തിന് വരുമ്പോ അത് കാണരുത്, അതിനെന്തേലും ട്രീറ്റ്മെന്റ്. ഉടനെ അവള് പറയും, ഞാൻ വെള്ളരിക്ക തേക്കുന്നുണ്ട് രാത്രിയിൽ കിടക്കുന്നതിന്. ഉടനെ അവൻ പറയും, വെള്ളരിക്ക അല്ല, ഇന്ന ക്രീം പുരട്ടിക്ക്. നിർദ്ദേശം കൊടുക്കുക. പിന്നെ നീ അന്ന് ഉടുത്തുകൊണ്ട് വന്ന ഡ്രസ്സ് നിനക്ക് അത്ര നല്ലതല്ല, വേറൊരു ഡ്രസ്സ് ഇടുന്നതാ കുറച്ചുകൂടെ. എന്റെ അച്ഛാ അതാ കൊടുക്കാൻ വന്നവളാ, അവളോട് ഞാൻ പറഞ്ഞതാ ഇത് വേണ്ട. നിർദ്ദേശങ്ങൾ. പിന്നെ ഞാൻ പറയുന്നത് നിനക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്, നിനക്ക് ഇച്ചിരി വെയിറ്റ് കൂടിയിട്ടുണ്ടോ എന്ന്. അതുകൊണ്ട് ഇനി വൈകിട്ട് അത്താഴം കഴിക്കണ്ട, ഫ്രൂട്ട്സ് വല്ലോ കഴിച്ച് കുക്കുംബർ വല്ലോ വൈകിട്ട് കഴിക്കുന്നതാ. നിങ്ങൾക്കൊന്നും അറിയാമല്ലോ, എല്ലാം പരിശുദ്ധന്മാരും. നിങ്ങൾ ഇങ്ങനല്ലല്ലോ പറഞ്ഞു കൊടുക്കുന്നത്, ഞാനതിന്റെ നല്ല രീതി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കാരണം, ഒരു വിവാഹ ദിവസം ആ നിയമിക്കപ്പെട്ട പെൺകുട്ടി എത്രയും മനോഹരിയായി, സുന്ദരിയായി, യോഗിയായി, മറ്റുള്ളവർക്ക് ഒരു അപാകതയും ന്യൂനതയും പോരായ്മയും പറയാൻ വഹിയാത്ത വിധത്തിൽ ഒരുങ്ങി മിടുക്കിയായിട്ട് ആ വേദിയിൽ വരണമെന്നാണ് നിശ്ചയം കഴിഞ്ഞ മണവാളന്റെ ആഗ്രഹം. അതുകൊണ്ട് അരുമമണവാളനാകുന്ന യേശു ക്രിസ്തു തന്റെ മണവാട്ടിയാകുന്ന തിരുസഭയെ വേലകരിക്കാൻ അവൻ ഒരുങ്ങുന്ന സമയത്ത് എത്രയും സുന്ദരിയായി, മനോഹര രൂപിണിയായി, മാത്രമല്ല മാന്യ വനിതയായി വന്ന് നിൽക്കാനാ അവിടുത്തെ ആഗ്രഹം. അതുകൊണ്ട് 21 ലേഖനങ്ങൾ ഉപദേശങ്ങളാണ്. അന്തപുരത്തിലെ രാജകുമാരി പിന്നെ അവിടെ പറഞ്ഞു, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലു, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലു, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലു, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലു. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലു, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലു. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം, എന്തു പരിപൂർണ്ണയാമിവളേ അണിയും വസ്ത്രം പൊൻകസത്തു കൊണ്ടു നെയ്തതാ.
എന്തു പരിപൂർണ അണിയും വസ്ത്രം കൊണ്ട സത്തു കൊണ്ടു ജന്മനതുയരുന്നതോ നന്മകരു പട്ടണത്താൽ ജന്മനതുയരുന്നതോ നന്മകരു പട്ടണത്താൽ ദന്തം കൊണ്ടുള്ളതാം ചാന്തമേറ് രാജധാനി ദന്തം കൊണ്ടുള്ളതാം ചാന്തമേറ് രാജധാനി ദന്തം കൊണ്ടുള്ളതാം ചാന്തമേറ് രാജധാനി ദന്തം കൊണ്ടുള്ളതാം ദന്തം കൊണ്ടുള്ളതാം ചാന്തമേറ് രാജധാനി ദന്തം കൊണ്ടുള്ളതാം ചാന്തമേറ് രാജധാനി സ്വാൽപമോട്ടമാരുണ്ടല്ലോ കനീജം കമ്പിപ്പാദ്യങ്ങളിൽ നിസ്വനം സാന്ത്വമോട്ടമാരുണ്ടല്ലോ കനീജം കമ്പിപ്പാദ്യങ്ങളിൽ നിസ്വനം അന്തപുരത്തിലെ രാജ്ഞി ചാന്തമേറ് ജോബമൂലം അന്തപുരത്തിലെ രാജ്ഞി ചാന്തമേറ് ജോബമൂലം കരമുയർത്തി ദൈവത്തിന് മഹത്വം കണ്ടേക്കാം. ബഹുമാനപ്പെട്ട കർത്തദാസൻ രാജൻ മാസ്റ്റർ വളരെ നന്നായിട്ട് മൈക്ക് തരുന്നതുകൊണ്ട് എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. ഇവര് നന്നായിട്ട് പക്കം ചെയ്യുന്നത് കൊണ്ട് ഇന്ന് മിക്കവാറും 9 എന്നുള്ളത് മിക്കവാറും അങ്ങനെ ആകും. മിക്കവാറും നിങ്ങൾ 2 കൂട്ടരുമായതിന് കാരണക്കാരൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. നന്നായിട്ട് ഇങ്ങനെ മൈക്ക് വർക്ക് ചെയ്യുന്ന അത് അദ്ദേഹം നേരത്തെ മുതലേ ചെയ്തും ശീല അതുകൊണ്ട് എന്തോ സുഖമാണെന്നറിയോ. ചിലയിടത്ത് ചെന്ന് പ്രസംഗിച്ചാൽ അന്ന് രാത്രി പിന്നെ അങ്ങ് പോയി തൊണ്ടയും പോയി ബുദ്ധിമുട്ടുക. പാസ്റ്റർമാര് പറയും ശബ്ദം കൊണ്ട് പറഞ്ഞോ വിളി പോലും ചിലതിന് തന്നെ ശബ്ദം ഉണ്ടെന്ന് പറഞ്ഞാൽ കാര്യം നടക്കും. അതിന് അത് അറിയാൻ മേലാത്ത ആൾക്കാർ പുള്ളിയോട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം ഇത് എങ്ങനെയാണ്. മൈക്ക് സെറ്റ് പ്രവർത്തിക്കുന്ന ചിലരുണ്ട് അറിയാത്തവര്. അതെല്ലാവരും രാജൻ പാസ്റ്ററോട് ചെന്ന് ചോദിക്കണം അച്ഛാ ഇതെങ്ങനെയാണ്. പുള്ളിയോട് 2 വർഷം നടന്നേച്ച് ഇതെല്ലാം തൂക്കിക്കൊണ്ട് പോയാൽ മതി. അപ്പൊ ശ്രദ്ധിക്കുക, ആ മണവകളിന്റെ ആഗ്രഹം ആ മണവാട്ടി എത്രയും മിടുക്കിയായി വന്നു നിൽക്കണം. അതിന് കൊടുക്കുന്ന ഉപദേശങ്ങൾ. ദൈവസഭയാകുന്ന മണവാട്ടിയെ വേളി കടിക്കുന്ന ഒരു സുദിനമുണ്ട്. വെളിപ്പാട് 19 വായിക്കുന്നത് നാം സന്തോഷിച്ചുല്ലസിച്ച് അവിടത്തേക്ക് മകത്തപ്പെടുക കുഞ്ഞാടിന്റെ കല്യാണവും വന്നുവല്ലോ. ആ കല്യാണ ദിവസം ആമെ കോമള രൂപിണിയായി വന്ന് നിൽക്കാൻ കൊടുക്കുന്ന ഉപദേശമായി 21 ലേഖനം മുഴുവൻ ഉപദേശ വിഷയങ്ങൾ. റോമാലേഖനം വിശ്വാസത്താലുള്ള നീതീകരണം, കൊരിന്ത് ലേഖനം നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണം, ഗലാത്യ ലേഖനം വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സ്വാതന്ത്ര്യം, എഫേസ്യ ലേഖനം സ്വാതന്ത്ര്യം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സ്ഥാനമാനങ്ങള്, ഫിലിപ്പിയ ലേഖനം അങ്ങനെയുള്ളവരുടെ സന്തോഷത്തിന്റെ വിശേഷതകൾ, കൊലോസ്യ ലേഖനം അവർക്കുള്ള അവകാശങ്ങള്, തെസ്സലോനിക്ക ലേഖനം അവരുടെ പ്രത്യാശാ വിഷയങ്ങള്, തിമോത്തിയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനം അവർക്കുള്ള പ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവസഭയിൽ എങ്ങനെ നടക്കണം. തോന്നുന്നത് പോലെ നടക്കരുത്. അവിടെയും പോയി ഇവിടെയും പോയി അതിനും ആടി ഇതിനും ആടി അതിനും കൂടി അതും കുടിച്ച് ഇതും കുടിച്ച് അതും എടുത്ത് ഇതും എടുത്തേച്ച് വരരുതെന്ന്. അതാ തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 3-ന്റെ 14 മുതൽ വായിക്കുന്നത്. ഞാൻ വേഗത്തിൽ വായിക്കുന്ന നോക്കിയിരിക്കുന്നു. വായിച്ചതാണ് പെട്ടെന്ന് ഞാൻ വാക്യം പറയുമ്പോൾ പെട്ട് ചടിയെന്നെടുത്തോണം.
3:14 പെട്ടെന്ന് വായിച്ചു. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്ക വരുവാൻ ആശിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും. കണ്ടില്ലയോ? നമ്മുടെ സഭയിലെ ആള് തന്നെയാണോ? കുഴപ്പമില്ല. ഇനി അത് പറഞ്ഞുള്ളത് കൂടെ പോകണ്ട. വായിച്ചു. അത് കൊച്ചിരുന്ന് പറയാറ് അങ്ങോട്ട് കൊടുത്തു. 3:14. മൈക്ക് കൂടെ ഒന്ന് വായിക്കാവോ ദൈവദാസി? ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. ക്ഷമിക്കണേ, മൈക്ക് കൂടെ വായിപ്പിച്ചോട്ടെ, പിണങ്ങി പോരുത്. വേറെ വാക്ക് ഞാൻ തരാം, ഇത് വായിക്കും. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ സഭയ്ക്കകത്ത് നടക്കുന്നതിന് പ്രമാണമുണ്ട്. തോന്നുമ്പം വരാനും തോന്നുമ്പം പോകാനും ഇഷ്ടമുള്ളത് ചെയ്യാനും ഇഷ്ടമുള്ളത് അതൊന്നും അല്ല, ഇതിനകത്ത് പ്രമാണമുണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ എങ്ങനെയും ഒന്ന് വന്നാൽ മതി. ഞാൻ പറയത്തില്ലേ, എങ്ങനെയും ഒന്ന് വാ, ഇടയ്ക്ക് പോകുന്ന അങ്ങ് പോക്കോ, പിന്നെ പോകുമ്പോ എന്നെ ഒന്ന് കണ്ടേച്ചേ, അതിനകത്ത് കിഴക്ക് പിടികിട്ട് കാണും. എന്ത് വേണേലും ഇപ്പൊ ചെയ്യാം. ഇച്ചിരി കുടിക്കാം, ഇച്ചിരി വലിക്കാം, ഇച്ചിരി ആടാം, ഇച്ചിരി പാടാം. പണ്ട് ഒരു പാട്ടുണ്ടായിരുന്നു, ആടാം പാടാം ആരോമൽ ചേവകർ പണ്ട് അംഗം. ഇപ്പൊ അതാ സഭയ്ക്കകത്ത് ആടാം പാടാം. നിങ്ങൾ കേട്ടിട്ടില്ലേ ആ പാട്ട്? ഇന്ന് പാടുന്നില്ല ഞാൻ. എല്ലാത്തിനും കൂടാനും ആടാനും പാടാനും ചേരാനും പ്രമാണമില്ല. സഭയ്ക്കകത്ത് വരുന്നവർക്ക് എങ്ങനെ നടക്കണം അതിന് പ്രമാണമുണ്ട്. നമുക്ക് ബോധിച്ചതുപോലല്ല ദൈവത്തിന് മഹത്വം. ഇതിനകത്ത് വേർപാടിന് ഉപദേശമല്ലേ? ഒരു വാക്യം വായിച്ച ദൈവദാസി, ലേവിയ പുസ്തകം 18:1. ഇത് വേർപാട് ഉപദേശമാണ്. അത് പറയാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. സഭയ്ക്കകത്ത് വേർപാടുണ്ടായിരിക്കണം. ലേവിയ പുസ്തകം 18:1 പെട്ടെന്ന് എടുക്കുക, വായിക്കേ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് ദൈവജനത്തോട് നീ പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അടുത്തത് നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്ത് നേരത്തെ ആയിരുന്നിടം. 400 ചില്ലുവാനും വർഷം അവിടെ പാർത്തില്ലയോ? അവിടുത്തെ ചില ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, മാമൂലുകളെ, പിന്തുടർച്ചകള്, പാരമ്പര്യമുണ്ട്. അതാ നിങ്ങൾ നേരത്തെ പാർത്തിരുന്ന ഒന്നുകൂടെ വായിച്ചേ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. ഇതിനകത്ത് വന്നു നടക്കരുത്. ഞങ്ങൾ നേരത്തെ അങ്ങനെ അതൊക്കെ അവിടെ ഇവിടെ നടക്കുന്നതിന് പ്രമാണമുണ്ട്. അപ്പൊ നേരത്തെ പാർത്ത ദേശത്തിലെ മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. അടുത്ത വാക്യം, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെ. നിങ്ങളെ കനാനിലോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ ജാതികൾ ഒത്തിരി ഉണ്ട്. ഹിർവ്യര്, അർഗ്യര്, പെരീശ്വര്, യബൂസ്യര്, അമോര്യര്, ഹിത്യര്, പ്രബല ജാതി 7, പിന്നെ ഉപജാതി 32 പേരും 39, പിന്നെ എല്ലാം കൂടെ ചേർത്തൊരു ജാതി സമ്മിശ്രം എന്നൊക്കെ 40 വേറെ ഉണ്ട്. നിങ്ങളെ കൊണ്ടിയല്ലെന്ന അതും പാടില്ല. അവരുടെ മര്യാദ ആചരിക്കരുത്. അവർക്കൊത്തിരി മാമൂലികളും മര്യാദയൊക്കെ ഉണ്ട്. നിങ്ങൾക്കത് പാടില്ല. അവര് വീട് വെക്കുമ്പോ കള്ളിപ്പാല കെട്ടിത്തൂക്കും. അവര് വീട് വെക്കുമ്പോഴേ നമ്മള് എന്തിനാ കള്ളിപ്പാല തൂക്കുന്നത്? എന്തിനാ കള്ളിപ്പാല? ദൈവത്തിന്റെ മഹത്വം. അവര് ചിലപ്പോ സ്ഥാനം നോക്കും. ഏതാ? കനാന്യരും മിസ്രയീമരും ഒക്കെ സ്ഥാനം നോക്കും. വരത്തുപോക്കുണ്ടെന്നൊക്കെ ചിലർ പറഞ്ഞു കൊടുക്കും. ഇത് ഇവിടെ വീട് വെക്കാനൊക്കെ ഇങ്ങോട്ട് ഇതിലെ ഒരു വരത്തുപോക്ക്, ഏറ്റവും വലിയ വരത്തുപോക്ക് നമ്മൾ വരുന്നതും പോകുന്നതല്ലേ. അതിലും വലിയ ഏതാണുള്ളത്? അത് ഇങ്ങോട്ട് വാതിൽ വെക്കരുത്. വെച്ചാൽ മരണം. എവിടാ മരിക്കാത്ത? വാതിൽ മാറ്റി വെച്ചെടുത്ത് മരണം നടക്കാതിരിപ്പുണ്ടോ? എല്ലായിടത്തും കൊണ്ട് മരണം. അവിടെ നമുക്കെങ്ങനെ സ്ഥാനം നോക്കാനോ മുഹൂർത്തം നോക്കാനൊന്നും പ്രമാണമില്ലെന്ന് ഒത്തിരി പറയാനുണ്ട്. ഞാനിത് വിസ്തരിക്കുന്നില്ല.
അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലെ ദൈവദാസന്മാരെ വിളിച്ച് ദൈവമക്കളും ഒക്കെ വന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അവൻ സ്തോത്രം, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. ദോഷവും തട്ടാതെ വേണം നിന്നെ പരിപാലിക്കും. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിലെടുക്കത്തില്ല. നമുക്ക് പ്രത്യേക പ്രമാണമാണ്. അപ്പൊ നിങ്ങൾ നേരത്തെ വാർത്ത മിസ്രയീമിലെ നടപ്പ് പോലെ പാടില്ല. നിങ്ങളെ കൊടിയുള്ള കനാനിലെ നടപ്പും ഞാൻ നിങ്ങൾക്ക് ഒരു പ്രമാണം തരുന്നുണ്ട്. അതാണ് താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനമുള്ള ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ എങ്ങനെ നടക്കണം. കർക്കശ ഉപദേശമാണ്, എല്ലാം വിവരിക്കുന്നില്ല. അപ്പൊ തീമോഥെയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനവും പ്രമാണ വിഷയങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. ഫിലേമോന്റെ ലേഖനമൊക്കെ പഠിക്കുമ്പോൾ അവൻ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരണം. നേരത്തെ പ്രയോജനമില്ലാത്തവനാ, ഇപ്പൊ അത് പ്രയോജനം. നിനക്കും എനിക്കും പ്രയോജനമാണ്. പ്രയോജനപ്പെട്ട് ജീവിക്കണം. ഇങ്ങനെയുള്ളവർക്ക് എബ്രായ ലേഖനത്തിൽ വായിക്കുക, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം നല്ലതൊന്ന് മുൻകരുതി വെച്ചിട്ടുണ്ട്, നല്ലതൊന്ന് കരുതിയിട്ടുണ്ട്. അവരോട് യാക്കോബ് പറയുകയാ, പ്രവർത്തിയിൽ കൂടി ക്രിസ്തുവിനെ വെളിപ്പെടുത്തിക്കോണം. പ്രവർത്തിയില്ലാത്ത വിശ്വാസം ജീവനില്ലാത്തതാണ്. അങ്ങനെയുള്ളവർക്ക് പത്രോസ് കൊടുക്കുന്നത് ഒരു പുതുവാന ഭൂമിക്കായി നമ്മൾ കാത്തിരിക്കുക. ഇതെല്ലാം ചുട്ടടിഞ്ഞു പോകും. ഒരു പുതുഭൂമി നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. യോഹന്നാൻ അവരോട് പറയുക, അങ്ങനെയുള്ളവർ ദൈവ സ്നേഹത്തിന് അടിയുറച്ചു നിൽക്കണം. ഇതെല്ലാം പറഞ്ഞ് ഒടുവിൽ യൂദാ പറയുക, ഈ വിധത്തിലൊക്കെ നിന്നാൽ യൂദാ തരുന്ന നിർദ്ദേശം ഉപദേശം വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ദൈവം. അപ്പോൾ 21 ലേഖനങ്ങളും പുതിയ നിയമത്തിന്റെ വ്യവസ്ഥയിൽ ഉപദേശ വിഷയങ്ങളാണ്. അത് മുമ്പോട്ട് ഓടിച്ചു പോകാൻ സമയത്തെയും ഭയപ്പെടുന്നു. നമ്മൾ ഇന്ന് രാത്രി എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27, 28 വാക്യങ്ങളാ വായിച്ച് ഇനി കമ്പിവാചകം പോലെ പോകാം. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ ഏതാണ്ട് 14 ലേഖനങ്ങൾ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ആ ലേഖനത്തിൽ തന്നെ ദൈവശാസ്ത്രപരമായിട്ട് പല നിലകളിൽ പഠിപ്പിക്കുന്നുണ്ട്. രക്ഷാശാസ്ത്രം, ക്രിസ്തുശാസ്ത്രം, സഭാശാസ്ത്രം, അന്ത്യകാല ശാസ്ത്രം. അതിൽ 3 ലേഖനങ്ങൾ തർജ്ജമ ലേഖനങ്ങളാണ്. പൗലോസിന്റെ 3 ലേഖനം തർജ്ജമ ലേഖനം. ഗലാത്യ ലേഖനം, കൊരിന്ത് ലേഖനം, എബ്രായ ലേഖനം. ഈ 3 ലേഖനം തർജ്ജമ ലേഖനമാകാൻ കാരണം 3 പെശകിന് എതിരെയുള്ള ലേഖനമാണ്. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. ഗലാത്യ ലേഖനം ഉപദേശ പെശകിനെതിരെയും കൊരിന്ത്യ ലേഖനം ജീവിത പെശകിനെതിരെയും എബ്രായ ലേഖനം വിശ്വാസ പെശകിനെതിരെ എഴുതിയ ലേഖനമാണ്. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല, സമയത്തെയും കൂടെ ഭയപ്പെടുന്നു. എബ്രായ ലേഖനം വിശ്വാസത്തിൽ പെശക് സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികളെ ഉറപ്പിച്ചു നിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. നമുക്കറിയാം, എബ്രായ ലേഖനം പഠിക്കുമ്പോൾ എബ്രായ ലേഖനത്തിലെ ഒരു പ്രധാനപ്പെട്ട പദം ഏറെ നല്ലത്. മുമ്പേ ഓർപ്പിച്ചല്ലോ, ഇതിലെ പ്രധാനപ്പെട്ട വ്യക്തി എല്ലാവരെക്കാൾ ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു മോശയെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു യോശുവായേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠൻ. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തുവിന്റെ മഹിമയെ അങ്ങോട്ട് വെളിപ്പെടുത്തി. ടി കെ ശോമേൽ ഒരിക്കൽ ഒരു പാട്ട് പാടി, ഇത്ര മകാനായുത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ, ഇത്ര മകാനായുത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ, എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം, എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. ഉന്നത ദൈവാനന്ദനുലകിൽ വന്നിതു കന്യാജാതനായി, ഇന്നോളം ഒരാൾ വന്നിതുപോൽ അന്നവതാരം നിസ്തുലം, ഇന്നോളം ഒരാൾ വന്നിതുപോൽ അന്നവതാരം നിസ്തുലം.
കണ്ടു തുടർന്നിരണ്ടു ശാന്തത പൂണ്ടു സാഗരം വെല്ലിത കൊണ്ടും ബഹുജനവുണ്ടും പൂണ്ടും വെല്ലിത കൊണ്ടും ബഹുജനവുണ്ടും പൂണ്ടും കല്ലുച്ചതലേശം കാണുന്നില്ല മനുജനിലം മുറകയുവാൻ കല്ലുച്ചതലേശം കാണുന്നില്ല മനുജനിലം മുറകയുവാൻ മരണമതി വിധിയതു ദിവദിവന്റെ പ്രതിമാത്രം ഭൂമിയൽഭുതം മരണമതി വിധിയതു ദിവദിവന്റെ പ്രതിമാത്രം ഭൂമിയൽഭുതം എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാ. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരും സേവനാകേണ്ട യേശു ക്രിസ്തു. അതാ ഈ പുസ്തകത്തിലെ അവൻ പ്രധാന വ്യക്തി. എബ്രായ ലേഖനത്തിലെ പ്രധാന പദം ഏറെ നല്ലത്. അത് പറയാൻ കാര്യം, എബ്രായ ക്രിസ്ത്യാനികളെ പറ്റി പഠിക്കുമ്പോൾ ഇവരിൽ സിംഹഭാഗം ആൾക്കാരും യഹൂദ മതം വിട്ട് വന്നവരാ. യഹൂദ മതം, യഹൂദ ജാതിയിൽപ്പെട്ടവരാ. ജാതികൾ ശ്രേഷ്ഠരാണ് യഹൂദര്. ഇവര് ദൈവത്തിന്റെ പ്രത്യേക സമ്പത്താ. അവരെ കണ്ടാൽ അറിയാം. പറയണ്ട ഞങ്ങൾ യഹൂദനാണെന്നും കൂടെ കൂടെ പറയണ്ട. നമ്മുടെ ഇടയിൽ ചിലര് കൂടെ കൂടെ പറയാ ഞങ്ങൾ ഇത് യഹൂദന കൂടെ കൂടെ പറയണേനെ അറിയത്തില്ല. എന്നാൽ യഹൂദനെ കൂടെ കൂടെ പറയണ്ട. അവനെ കാണുമ്പോൾ അറിയാം. ഒരു തെളിവ് അറിയാമല്ലോ. സുഗാര് ചെന്ന് കണിജങ്കരയിൽ ചെന്ന് ഇരിക്കുക. അപ്പൊ ഒരു സഹോദരി വെള്ളം കോരാമോ? യേശു പറഞ്ഞു ഇച്ചിരി വെള്ളം കുടിക്കാൻ, ഇച്ചിരി വെള്ളം. ഉടനെ വെള്ളം തരാമെന്നോ തരികയെന്നല്ല പറഞ്ഞ വാചകമല്ല, യഹൂദനാകുന്ന നീ ശമരിയക്കാരിയായ എന്നോട്. കർത്താവ് ഇങ്ങനൊന്നും അല്ല പറഞ്ഞത്. കർത്താവ് എന്ന് പറയുക ഇടീ യഹൂദനാകുന്ന എനിക്ക് ശമരിയക്കാരിയായി നീ ഇച്ചിരി വെള്ളം, അങ്ങനൊന്നും പറഞ്ഞില്ല. ആ ചോദ്യവും ഡ്രസ്സിങ്ങും മുഖഭാവവും എന്റെ ഭാഷയാണ്. ഇപ്പം പടുതിയും കണ്ടപ്പോ മനസ്സിലായി യഹൂദനാ. പണ്ട് കുമാരനാശാൻ ഇതിനെ ആസ്പദമാക്കി, എനിക്ക് തോന്നുന്നു കുമാരനാശാൻ യോഹന്നാൻ 4 വായിച്ചോ എന്ന് എനിക്കൊരു സംശയം. ആശയമില്ല. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണി ദിദാശുന്തി ഓമല്ലേ തരൂതെല്ലാം നതു കേട്ടോ. അല്ലല്ല അതേ പിടിച്ച വന്ന നന്നായി. അല്ലല്ലെന്തു കഥ ചെയ്തു കഷ്ടമേ അല്ലലാലെന്നു ജാതി മറന്നിതോ നീതനാരിതൻ കയ്യാൽ ജലം വാങ്ങി കൊല്ലഴും ആര്യന്മാർ. ആട്ടെ, അപ്പൊ എന്റെ ചിന്ത യോഹന്നാൻ 4 പുള്ളി വായിച്ച് ധ്യാനിച്ചോ എന്ന് എനിക്കൊരു സംശയം. സെയിം ആശയം. അതുകൊണ്ടല്ലേ ഇന്നും ചണ്ടാല ഭിക്ഷിക്കുന്നത് പ്രചുര പ്രചാരമാണ്. അപ്പൊ യഹൂദനാകുന്ന നീയെ ശമരിയക്കാരിയല്ല. അപ്പൊ കണ്ടപ്പോ മനസ്സിലായി യഹൂദനാണ്. യഹൂദന് ഒത്തിരി വിശേഷതയുണ്ട്. എന്താ ഒരു വിശേഷത? റോമാലേഖനം 9:3 അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്ന് വായിച്ചു. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും, അവര് ഇസ്രായേലിയർ, പിന്നെ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണം. സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വില ചെയ്യുവീ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ. ഓ അന്ത്യകാലം വന്നടുത്തു പെന്തക്കോസ്ത് വേലയാണ്. അന്ത്യകാലം വേലയാണ്. രണ്ടാമോട് സ്വന്തം നാട്ടിൽ പോകിനാമേ രണ്ടാമോട്. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു.
കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതുകൊണ്ട് ഞാനും നിങ്ങൾ വേറെ സ്ഥലത്തും എവിടെ വെച്ചും പറയേണ്ട ഒരേ ഒരു കാര്യം, ഞാനൊരു ദൈവ പൈതലാണ്. അപ്പൊ എന്നാൽ യഹൂദന് വിശേഷതകളും റോമാലേഖനത്തിൽ കൊടുത്തിരിക്കുക. ഇവർക്കൊരു വൈപ്പും അല്ല, അങ്ങനെ തന്നെയാ. പ്രത്യേക സമ്പത്തെന്നും ജാതിക്ക് ശ്രേഷ്ഠരെന്നും ദൈവത്തിന്റെ സ്വന്തം ജനമെന്നൊക്കെയാ. മാത്രമല്ല, യഹൂദനെ പറ്റി പഠിക്കുമ്പോൾ ഇവരെ യെരൂശലേം പള്ളി, ദൈവാലയം 3 ഭാഗമായി തിരിച്ചിരിക്കുന്ന പള്ളി, അമ്പരചുംബിയായ പള്ളി. ഒടുവിൽ ശലോമോൻ ഈ പള്ളി പണിതു. ശലോമോന്റെ പള്ളി നശിച്ചു പോയപ്പോൾ സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ പള്ളി പണിതു. പിന്നെ ഹെരോദാവിന്റെ കാലത്ത് പുതുക്കി പണിതു. അമ്പരചുംബിയായ ദീപാലങ്കൃതമായ വലിയ സൗധമായി പള്ളി. യഹൂദന്മാർക്ക് ഈ പള്ളിയെ പറ്റി പ്രശംസയാ. അതുകൊണ്ടാണ് യിരെമ്യാവിൽ വായിക്കുന്നത്, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്ന് കൂടെ കൂടെ ഇവര് പ്രശംസിക്കും. നമ്മുടെ ആൾക്കാരും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രശംസിക്കുകയല്ലേ. അസംബ്ലീസ് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ്. അപ്പൊ അടുത്ത കക്ഷികൾ ചർച്ച് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്. അപ്പൊ തൊട്ടാ പറയാം IPC, ഇന്ത്യൻ പെന്തിക്കോസ്റ്റ്. ഉടനെ തൊട്ടാ പറയാം ഷാരോൻ. ഇതിനെല്ലാം കടത്തി വെച്ചുകൊണ്ട് വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, TPM, പെന്തക്കോസ്റ്റ്. ഇതാണ് പെന്തിക്കോസ്. അപ്പം അതോ ഇന്നാളൊരാൾ പറഞ്ഞു, ഇപ്പം മിക്ക സഭയും ഓഫാണ്, ചർച്ച് ഓഫ് ഗോഡ് ഓഫാണ്, അസംബ്ലീസ് ഓഫ് അത് ഓഫാ. അപ്പൊ പുള്ളി പറഞ്ഞു, ഇപ്പൊ ഓണായിട്ടുള്ളതൊന്നേ ഉള്ളു, ഷാരോൺ. അതിപ്പോ ഓണായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞതല്ല, വേറൊരാള് പറഞ്ഞത്. അതെ, ഇപ്പൊ ഓണായിട്ടുള്ളതെന്ന്. ഒരു കാര്യം ഇന്ന് രാത്രി പറയാം, യഹൂദന്റെ വിശേഷതകളാണ് ഈ പള്ളി. പ്രൗഢഗംഭീരമായ അമ്പരചുംബിയായ പള്ളി യഹൂദന് വലിയ പ്രശംസയാണ്. മാത്രമാണോ പുരോഹിത വരേണ്യന്മാര് ദാവീദിന്റെ കാലത്ത് 24 കൂറ് ക്രമത്തിൽ പുരോഹിതന്മാരെ നിയമിച്ചു. അബിയാക്കൂർ മുതൽ സക്കറിയാക്കൂർ വരെ 24 കൂറിൽ ക്രമത്തിൽ പുരോഹിതന്മാരെ നിരന്തരമായി നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വരേണ്യന്മാര്. മാത്രമാണോ ഇവരെല്ലാം നടത്തിപ്പുകാരനായിട്ട് മഹാപുരോഹിതൻ. ആണ്ടിൽ ഒരിക്കൽ പുള്ളി ഒരു വരവൊക്കെ ഉണ്ട്, വലിയ വരവാണ്. നീളക്കുപ്പായോ നിലയെങ്കിൽ നടുക്കെട്ട് ഏവോതും മാർപ്പതക്കോ അതിനകത്ത് 12 കല്ലുകളും പിന്നെ ഉള്ളങ്കി മേലങ്കി തലയെക്കെട്ട് തലമുടി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ വരവ് കാണുമ്പോ ആ വരവൊക്കെ ഒന്ന് കാണേണ്ടത്. ചുമ്മാ നിൽക്കുന്നവനും പല്ലി അച്ച ഇടും പോലെ. അപ്പൊ ആണ്ടിലൊരു വരവുണ്ട്, അത് പ്രത്യേക വരവാ. ചുരുക്കി പറഞ്ഞാൽ ഇവരെല്ലാം നടത്തുവാൻ മഹാപുരോഹിതൻ. മാത്രമാണോ പള്ളിയും പള്ളിയോട് ചുറ്റുപാടുള്ള കാര്യങ്ങള്, സ്ഥാപന ജംഗമ വസ്തുക്കൾ. പിന്നെ എന്റെ ഭാഷ പറഞ്ഞ നല്ല സെമിത്തേരി. ആ സെമിത്തേരി കണ്ടാൽ തന്നെ ജാകാൻ തോന്നും. നമ്മുടെ സെമിത്തേരിക്ക് അകത്ത് മുഴുവൻ ഷീമക്കൊന്നയും വളർന്ന് പിന്നെ കമ്മ്യൂണിസ്റ്റ് പക്ഷം കയറി. ഇനി ഏതെങ്കിലും വല്യപ്പൻ ചാകുമ്പോഴാണ് 2 പേരെ അങ്ങോട്ട് വിടുന്നത്. അവൻ അവിടെ ചെന്നിട്ട് പ്രാഗിയേച്ചാ വരുന്നത്. അവന്റെ കാലെല്ലാം കുത്തിക്കൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് 3000 രൂപ തരാൻ. 3000 ഏതാ തെളിച്ചേന്? നമ്മള് പറയാം 3000. പിന്നെ നോക്ക് ഓരോ വിളിക്കുന്നു. ആരേലും തൊലയും പോയി വൃത്തിയാക്കുന്നേ. ഞാൻ കള്ളമൊന്നും പറഞ്ഞതല്ല. പെയിന്റും അടിക്കുകയല്ല, ഒന്നും ചെയ്യത്തില്ല. ഹെഡ്ബോർഡ് കൊണ്ടുവെക്കുമ്പോ അവിടെ എല്ലാം അഴുക്കും. നമ്മള് പോയല്ലോ, അതുകൊണ്ടായിരിക്കും. കല്ലറകളിലുള്ളവരല്ലേ അവന്റെ ശബ്ദം കേൾക്കുമെന്നുണ്ടല്ലോ. അപ്പൊ ഇവരുടെ കല്ലറയൊക്കെ നല്ല കല്ലറ നിങ്ങൾ കണ്ടിട്ടില്ലേ? പേരുമൊക്കെ എഴുതി വെക്കുന്ന കണ്ടില്ലേ? തോമ വാക്കയിൽ, സ്കറിയ തോമസ് ചാമേല്. അത് കണ്ടാൽ തന്നെ നമുക്ക് ചാകാൻ. അപ്പൊ ഈ നല്ല കല്ലറ അടക്കമാണ് അതിലും ക്ഷേമം. വലിയ പുള്ളിക്കാരൊക്കെ മരിക്കുമ്പോ നിന്നങ്ങ് ചൊല്ലുകയോ അല്ലേ? സാധുവായ ഒരുത്തൻ മരിച്ചാൽ ചൊല്ലാനൊന്നും ലോക്കൽ പാസ് ചൊല്ലി ഊപ്പാട് വരില്ല. അയാളും പെമ്പളെ കൊണ്ടിരുന്ന് കുത്തിയിരുന്ന് പാടുക, ആരുമില്ല. അവസാനം പുള്ളി കണ്ണ് കാണിക്കാൻ വെള്ളിലോട്ടൊന്ന് പോവാന്ന് പുള്ളിക്കാരൻ.
മറ്റെടുത്താന്ന് നിന്ന് ചൊല്ലുക. വലിയ പുള്ളിക്കാരൊക്കെ മരിക്കുമ്പോ കണ്ടിട്ടില്ലേ, നിരനിരയായിട്ട് നിന്നങ്ങ് ചൊല്ലുകയോ. അപ്പൊ ഒരു കാര്യം പറയാം, ഇങ്ങനെയുള്ള ചുറ്റുപാടുകളും ഈ സാഹചര്യങ്ങളെല്ലാം വിട്ടേച്ച ആരംഭ സമയത്ത് എബ്രായ ക്രിസ്ത്യാനികൾ യേശുവിന്റെ പുറകെ വന്നേ. ഈ പള്ളിയും പ്രൗഢിയും പത്രാസും ആചാരങ്ങളും പിന്നെ ഉത്സവങ്ങള്, പെരുന്നാള് ഇല്ലേ? നമുക്കിവിടെ പെരുന്നാളും ഇല്ല. അതാകൂടെ ഉള്ളത് കൺവെൻഷൻ. അതും ഇപ്പൊ നടക്കുമോ എന്നുള്ളത് എന്നോട് ഒരാൾ പറഞ്ഞു നടക്കുമോ. ഞാൻ പറഞ്ഞ നടക്കുമോ ഓടുകയോ ചെയ്യട്ടെ, നീ നിന്റെ കാര്യം നോക്ക. എവിടെ നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കരുത്. ദൈവത്തിന് മഹത്വം. അപ്പൊ അവിടെ ആകുമ്പോ ഉത്സവങ്ങള്, പെരുന്നാളുകള്, എന്തെല്ലാം കാര്യങ്ങള്, നല്ല നല്ല അന്തരീക്ഷമല്ലേ. വെടിക്കട്ടെ നോക്കി നിന്ന് പോകും കത്തിപ്പൊട്ടുന്നത് അല്ലേ? ഇവിടെ വല്ലപ്പോഴും ഒരു സാക്ഷി പറഞ്ഞാലായി ഒന്ന് പൊട്ടുന്നത്, അതും ചീറ്റില്ല. ഇവിടെ ഒന്നും ഇല്ലെന്ന്. അപ്പൊ ആൾക്കാർക്ക് അതൊക്കെയാ വലിയ ഇഷ്ടം. പിന്നെ ആ ചെണ്ടമേളം, പിന്നെ ഉണ്ടല്ലോ ഒത്തിരി. ഇതെല്ലാം ഇട്ടേച്ചിവര് യേശുവിന്റെ പുറകെ വന്നു. ചെറിയ കാര്യമല്ല. ഈ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മാമൂലുകൾ, പാരമ്പര്യങ്ങൾ ഇതെല്ലാം വിട്ടേ, വസ്ത്രധാരണം മെച്ചപ്പെട്ടത് ഇതെല്ലാം വിട്ടേച്ച് ഇവർ യേശുവിന്റെ പുറകെ വന്ന് യേശുവിന്റെ മാർഗം. എന്താ ഈ മാർഗത്തിന്റെ വിശേഷത? തല ചായ്ക്കാൻ ഇടമില്ല, കയറിക്കിടക്കാൻ ഇടമില്ല, ഇരുന്ന് പ്രസംഗിക്കാൻ ഒരു സ്ഥലമില്ല. വല്ലവന്റെയും വള്ളത്തെ കയറിയാ പ്രസംഗിക്കുന്നത്, പുൾപിറ്റ്. രാത്രി യോഗം കഴിഞ്ഞ് വിശ്രമിക്കാൻ ഇടമില്ല, രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുക. മാത്രമല്ല കരം കൊടുക്കാൻ കാശില്ല. ദൈവത്തിന്റെ മകത്ത് ചില യോഗം കഴിഞ്ഞാൽ ഭക്ഷണമില്ല. വിശന്ന് പ്രാണം തല്ലിയാ പോകുന്നത്. അതുകൊണ്ട് ആരുടെയോ വയലിൽ ഇറങ്ങി കതിര് പറിച്ച് തിരുമി തിന്നത്. ചിലയിടത്ത് അത്താഴത്തിനും മുത്താഴത്തിനും ഒക്കെ ചിലര് വിളിച്ചിട്ടുണ്ട്, പോയിട്ടുമുണ്ട്. ദൈവത്തിന്റെ മകത്ത്. അതുകൊണ്ടായിരിക്കാം, വിശപ്പിന്റെ കാഠിന്യം കൊണ്ടായിരിക്കാം ശിമോന്റെ വീട്ടിൽ ചെന്നപ്പോ കൈ കഴുകാതെ ഭക്ഷണം. നമ്മുടെ ആൾക്കാരും കല്യാണത്തിന് പോയിട്ട് കൈ കഴുകാതെ കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം എവിടാന്ന് അപ്പം മനസ്സിലായാലും കൈ കഴുകാനാ. കൈ കഴുകിയാൽ വെള്ളം ഉള്ളിടത്ത് കഴുകിയാച്ചല്ലേ ഇങ്ങോട്ട് വന്നേ. ചോദിക്കണം. നല്ല പെരുക്ക് പെരുക്കേച്ച് വെള്ളം എവിടാന്ന്. വെള്ളം നമ്മളവർക്ക് ജീവൻ പോകാൻ പോകുന്നു. വെള്ളം. അയ്യോ, ഞാൻ തമാശ പറഞ്ഞതല്ല, തമാശ ഒന്നും പറഞ്ഞതല്ല. അപ്പൊ ശിഷ്യന്മാരെ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ പരീക്ഷന്മാർ നോക്കി നിൽക്കുക. നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിച്ചു. അവർ കൈ കഴുകാൻ. അപ്പൊ കർത്താവ് പറഞ്ഞു, അകത്തോട്ട് പോകുന്നതല്ല, അകത്തിന്ന്, ഹൃദയത്തിനകത്തിന്ന് വെളിയോട്ട് വരുന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പലപ്പോഴും ഭക്ഷണമില്ല, കയറി കിടക്കാൻ ഇടമില്ല. ആരംഭകാലത്തെല്ലാം ഇങ്ങനെ. ദൈവത്തിന്റെ മഹത്വം. വളരെ ബുദ്ധിമുട്ടുകളാ. നമ്മുടെ കർത്താവ് അങ്ങനെ തന്നെ. ദൈവത്തിന്റെ മഹത്വം. ജന്മസ്ഥലം വഴിയം ബലം ശയ്യാകൃതം പുൽക്കൂടാറ്റി. ജന്മസ്ഥലം വഴിയം ബലം ശയ്യാകൃതം കൂടാറ്റി. പതിജാവാരം ജീവിയായി ലോകത്തിൽ നരകാശിനും മുതലില്ലാതെ തലയായി പാടും തലമിൽ. നരകാശിനും മുതലില്ലാതെ തലയായി പാടും. ഓ 33 കൊല്ലം ആർത്തലത്തിൽ. സമയം പോകുന്നല്ലോ. അപ്പോ അരകാശിന് മുതലല്ല തലചായ്പാൻ ഇടമില്ലാത്തവന്റെ പിന്നാലെ ഇവരിറങ്ങത്തിരിച്ചു. ഇറക്കം നല്ല ഇറക്കമായിരുന്നു. എന്നാൽ ഇറങ്ങി കുറെ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ക്ഷീണിച്ചു. എബ്രായ വിശ്വാസികൾ. ഇവർക്കൊരു ചിന്ത, വിട്ടുപോകുന്നത് അബദ്ധമായോ, ഉപേക്ഷിച്ചത് മണ്ടത്തരമായോ, വേണ്ടാന്ന് വെച്ചത് ഭോക്ഷത്തമായോ, നമുക്ക് അബദ്ധം പറ്റിയോ, അയ്യോ നമ്മൾ ഇനി എടുത്തുകാടി ചെയ്തതാണോ? ഇങ്ങനെയുള്ള ചിന്ത അകത്ത് കയറി എബ്രായ ക്രിസ്ത്യാനികൾ ക്ഷീണിച്ചതിന് 2 വാക്യം വായിച്ചോ. തെളിവിന് ഒത്തിരി ഉണ്ട്. ഇപ്പൊ തെളിവിന് 2 വായിച്ചാൽ മതി. കാരണം അരി എല്ലാം എന്തോന്ന് എല്ലാ അരിയും പിടിച്ച് ഞെക്കണ്ടല്ലോ. 2 എണ്ണം ഞെക്കിയാ മതി. അപ്പൊ വായിച്ചേ 6:12. എബ്രായ ലേഖനം 6:12. പെട്ടെന്ന് വായിച്ചു. അപ്പോൾ അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവർ. അപ്പൊ മന്ദത ക്ഷീണിച്ചു. 12.
തളർന്ന കൈയും ക്ഷീണിച്ചു. തളർന്ന കൈയും കുടഞ്ഞ മുഴങ്കാലും 6-12 മന്ദതയും. ക്ഷീണിച്ചതിന് ഇവര് ക്ഷീണിച്ച് ആകെ വശപ്പെട്ടു. ചിലര് പിന്മാറുന്നു, ചിലര് പതറുന്നു, ചിലര് ചാഞ്ചാടി നിൽക്കുന്നു. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ എങ്ങോട്ട് വേണേലും. അപ്പൊ അങ്ങനെയുള്ള സ്ഥിരതയില്ലാതെ നിൽക്കുന്ന എബ്രായ ക്രിസ്ത്യാനികളെ സ്ഥിരതയുള്ളവരാക്കി ഉറപ്പിച്ച് നിർത്താൻ എഴുതിയ ലേഖനമായ എബ്രായ ലേഖനം എന്ന് പറഞ്ഞാൽ, അല്ലയോ എബ്രായ ക്രിസ്ത്യാനികളെ, നിങ്ങൾ വിട്ടുപോകുന്നത് അബദ്ധമല്ല, ഉപേക്ഷിച്ചത് മണ്ടത്തരമല്ല, വേണ്ടെന്ന് വെച്ചത് ഭോക്ഷത്വമല്ല, വിട്ടതിനേക്കാൾ ഉപേക്ഷിച്ചതിനേക്കാൾ വേണ്ടെന്ന് വെച്ചതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏറെ നല്ലതാ, മറ്റതിനേക്കാൾ ഏറെ നല്ലതാ നിങ്ങൾ വന്നു കയറിയ സ്ഥലം. ഓരോ അധ്യായത്തിലും ആ കാര്യം കൊണ്ട് തെളിയിച്ചു. എല്ലാവരും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു ഇവിടെ ഉണ്ട്. ആകയാൽ നിരാശപ്പെട്ടു പോകരുത്, ഓടിച്ച് അവസാനിപ്പിക്കുക. ഓരോ അധ്യായത്തിലും അങ്ങോട്ട് തെളിയിച്ചു യേശു ക്രിസ്തുവാണ് ശ്രേഷ്ഠൻ, യേശു ക്രിസ്തുവാണ് ഉന്നതൻ, യേശു ക്രിസ്തുവാണ് മഹിമയുള്ളവൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ആയുസ്സിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ, ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തുവിനെ സേവിക്കുവാൻ, ആരാധിക്കുവാൻ, അനുഗമിക്കുവാൻ, അവൻ ശുശ്രൂഷിപ്പാൻ ഇടയായതാ ഏറ്റവും വലിയ ഭാഗ്യം. അതെ, തമ്പിവാചകം പോലെ പറഞ്ഞു നിർത്താം. 9:27-28 വായിച്ചത് എബ്രായ ക്രിസ്ത്യാനികളോട് പറയുക, ദൈവത്തിന് മഹത്വം ഒരിക്കൽ മരിക്കും, 2 ഒരു ന്യായവിധിയുണ്ട്, 3 യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരും. ഇന്ന് രാത്രി എനിക്കും എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കളോട് പറയാനുള്ളത്, ഒരു ദിവസം ഞാനും നിങ്ങളും മരിക്കും, എല്ലാവരും മരിക്കും. ഞാനെപ്പോഴും പറഞ്ഞു, നമ്മുടെ ഇരിപ്പും ഭാവവും സംസാരവും ആ ചിലരുടെ നിപ്പൊക്കെ കണ്ടില്ലേ, ആ മാടക്കടയുടെ മുന്നിൽ നമ്മളിങ്ങനെ എന്ന് പറഞ്ഞാൽ പോകാറായെന്നില്ലേ സഹോദരി 12:3 മുതൽ വായിച്ചോ. സഭാപ്രസംഗി പോകുന്നതിന്റെ ലക്ഷണം, പോകാറാകുന്നതിന്റെ ലക്ഷണമില്ലേ? മഴ പെയ്യുന്നതിന് മുന്നേ ഒരു ലക്ഷണമില്ലയോ? കാറ് കൊള്ളുകയും ഒരു ചെറിയ കൊള്ളിയാനും ലക്ഷണം എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് മുന്നേ ചില ലക്ഷണങ്ങളുണ്ട്. വായില് പെട്ടെന്ന് വായില്. സഭാപ്രസംഗി 12:1 മുതൽ വായിക്കുക. എന്റെ ലൈനെ, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും വരുമനും പിന്നെ സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും സൂര്യനിരുളാകിടും, ഭൂമിയൻ പണിയാസകലം സൂര്യനിരുളാകിടും, കൂരിൽ ധരമൂടിടും, സൂര്യനിരുളാകിടും, കൂരിൽ ധരമൂടിടും, ദൈവലോകത്തിൽ നീയും ചാടരുത്, വിദ്യാർത്ഥിയിൽ വീടരുത്, ദൈവലോകത്തിൽ നീയും നിത്യതയും വീടരുത്, ഇന്ന് തന്നെ രക്ഷ നേടുക, ഇന്നു തന്നെ. ആര് തന്നെ പറഞ്ഞാലും നീതിയിൽ വഴി നേടാതെ, ആര് തന്നെ പറഞ്ഞാലും നീതിയിൽ വഴി നേടാതെ, പാപമങ്ങനെ ചെയ്തവർ പരമാവധിയോട് നശിച്ചിടും, പാപമങ്ങനെ ചെയ്തവർ പരമാവധിയോട് നശിച്ചിടും. ദൈവലോകത്തിൽ നീയും എന്തരിഞ്ഞു ചാടരുത്, നിത്യതയിൽ വീഴരുത്, ദൈവലോകത്തിൽ നീയും നിത്യതയിൽ വീഴരുത്, ഇന്ന് തന്നെ രക്ഷ നേടുക, ഇന്നു തന്നെ. അപ്പൊ ശ്രദ്ധിക്കുക, സൂര്യൻ എന്ന് ഇരുളാകും. മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പ് തന്നെ പിന്നെ അന്ന് വീട്ടിൽ ഇവിടുന്ന് മരിക്കുന്നതിന് മുമ്പുള്ള ലക്ഷണങ്ങൾ കാണിക്കും. ലക്ഷണം മഴ പെയ്യുന്നതിന് മുന്നേ ലക്ഷണമുണ്ട്. ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ വരുന്നതിന് മുന്നേ ചില ലക്ഷണങ്ങളുണ്ട്, അനൗൺസ് ഉണ്ട്, പിന്നെ ലൈറ്റ് തെളിയും, ഇല്ലേ? എനിക്ക് വന്ന് ഇവർക്ക് പോകാനുള്ളതിന്റെ തിരക്കിലാന്ന് വന്നൊന്നും മിണ്ടാതിരിക്കുന്നു, പെട്ടെന്ന് വിടാം. അപ്പോൾ ലക്ഷണങ്ങൾ, അപ്പോൾ ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുന്നേ ചില ലക്ഷണങ്ങളാ. എന്തുവാ ലക്ഷണം? ഒന്നുകൂടെ ആ പാദം ഒന്ന് വായിച്ചേ. വീട്ടുകാരെ കയ്യും കാലും ഒക്കെ ഇത് കാവല്, ഈ വീടിന് കാവലായതല്ല. അടിക്കാൻ വരുമ്പം തടഞ്ഞ് കാവല് ചെയ്യുന്ന ആൾ, വീടാൻ വന്നപ്പം കൈകുത്തി, മലക്കം പറഞ്ഞപ്പം പുറകോട്ടൊന്ന്, ഇത് അവസാനം ഇപ്പൊ ഇത് പറയ്ക്കും.
ഇപ്പം കാപ്പി കൊണ്ട് കൊടുത്താൽ അന്നേരം ഓർത്തോണം പോകാറായി. എനിക്ക് ചെറിയ ഒരു നമ്മൾ ഓർക്കുന്ന എൻ്റെ അസുഖമാ എന്നാലും പോകാറായതിന്റെ ലക്ഷണമാണ്. ബൈബിൾ എടുക്കുമ്പോ ഇങ്ങനെ നിന്ന് ബൈബിൾ ആത്മാവിലാകുന്ന കാണുമ്പോൾ ഓർത്തോണം. വീട്ടുകാവൽക്കാർ വിറയ്ക്കും. പിന്നെ സ്റ്റഡിയായിട്ട് നിന്ന് വേവിച്ചൻ അതിലിങ്ങനെ പമ്മി കിടക്കുന്ന കാണാം. പോകാറായതിന്റെ ലക്ഷണമാണ്. പേടിക്കൊന്നും അല്ല, പേടിച്ചാലും തിരക്കടില്ല. പുസ്തകത്തിലെ കാര്യമില്ല വായില്ല. പണ്ട് ഒരു പിടിക്ക് കടിച്ചു പറിച്ച ആളുണ്ട്, ഏതാ ബീഫുമൊക്കെ. ഇപ്പോൾ അരിയുണ്ട കൊടുത്താലൊന്നും വേണ്ടാന്ന് പറയും. അരിയുണ്ട വേണ്ട മോളെ. പണ്ട് ഒറ്റ കടിക്ക് പൊട്ടിച്ച അപ്പനാ. പിന്നെ ആഗ്രഹം ഉണ്ടായി പറയാൻ നീ അത് ഉരലിട്ട് ഇടിച്ചേച്ച് കാപ്പിക്കകത്ത് കലക്കി, എന്നാലും വിടുകയെന്നുള്ളതാണ്. അപ്പൊ അരയ്ക്കുന്നവർ അണയിലെങ്ങാണ്ട് രണ്ടെണ്ണം ഉള്ളതും ആടി നിൽക്കുക. പിന്നെ അപ്പുറത്തെ വീട്ടിൽ ആര് വന്നെന്ന് കൃത്യം പറയുന്ന ആളാ. ഇപ്പൊ ശബ്ദം മാത്രം ആരാണ്ട് വന്നത് പോലെ. പിന്നെ തെരുവിലെ കടകൾ അപ്പുറത്ത് എന്ത് സംസാരം ഇവിടെ ചേർന്നിരുന്ന് പിടിക്കുന്ന അച്ഛൻ. നാളെ ഒരാൾ പറഞ്ഞു ഞങ്ങൾ അതെല്ലാം കേട്ടായിരുന്നു. ഞാൻ നിങ്ങളെങ്ങനെ? ഞങ്ങൾ സിറ്റൗട്ട് ഇന്ന് ലൈറ്റ് ഓഫ് ആക്കിയപ്പോ എല്ലാം കേട്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ ബഹളം നടക്കും. ലൈറ്റ് ഇട്ടാ അവർക്ക് കാണാൻ കണ്ടോടെ ഇവിടെ പമ്മി. അതിന് ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കിച്ച പമ്മി ഇരിക്കും. പിന്നെ അരയ്ക്കുന്ന ശബ്ദം മമ്മമാകും എന്ന് പറഞ്ഞ വളരെ പതുക്കെ നേരത്തെ ഭക്ഷണം ഒന്ന് കൊടുക്കണം. കാരണം പതുക്കെ കഴിച്ചെഴുന്നേക്കുള്ളൂ. നമ്മുടെ ഒപ്പം കഴിക്കുകയല്ല. അതിലെ ആ പ്രായമുള്ളവര് വന്ന് ആഹാരമെല്ലാം പാകമായ അച്ഛനും അമ്മച്ചിക്ക് നേരത്തെ കൊടുത്തേക്കാം. പതുക്കെ കഴിക്കുള്ളൂ. പഴയ സ്പീഡൊന്നും ഇപ്പൊ ഇല്ല. പിന്നെ പക്ഷികളുടെ ശബ്ദത്തിങ്കിൽ ഉണർന്നു പോകും. പക്ഷികളുടെ ശബ്ദത്തിങ്കിൽ ഉണർന്നു പോകും. പിന്നെ പാട്ടുകാർത്തികളൊക്കെയും തളരുകയും ചെയ്യും. അപ്പൊ പക്ഷികളുടെ ശബ്ദത്തിൽ ഉറക്കമൊന്നുമില്ല. ഇതൊക്കെ പോകുന്നതിന്റെ ലക്ഷണമാണ്. 1 മണിക്കാ കിടന്നത്. 2:30 ആയപ്പോൾ പിന്നെ തള്ള ചാടി എഴുന്നിട്ട് അടുക്കള കയറി തീൽപാത്രം പൊത്തോന്ന് താഴെ മകനും മരുമകളും ഒക്കെ കിടന്ന് അത് ഞെട്ടി എഴുന്നിട്ട് തള്ളക്ക് ഉറക്കമില്ലാതെ ഇങ്ങനെ അടക്കുക. പോകാറായെന്ന്. ഉറക്കമൊന്നുമില്ല. ഉമ്മ ചെന്ന് മോട്ടർ ഇടുക, മിക്സി എടുത്ത് അടിക്കുക. മനുഷ്യൻ ഉറങ്ങി കിടക്കുക. സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത്. കറക്കി എന്ന് വലിക്കുകയും തുറക്ക് ചെയ്യും. അതൊക്കെ ഉറക്കം പോകാറായെന്ന്. അരയ്ക്കുന്നവർ ചുരുക്കമാ എന്ന് പറഞ്ഞാൽ അധികമില്ല. 32 യുവാവിന് മുത്തിനോടൊത്ത ഗന്ധം. 32 യുവാവിന് മുത്തിനോടൊത്ത ഗന്ധം. മുപ്പതിരണ്ടുമുണ്ട് യുവാവിന് മുത്തിനോടൊത്ത ഗന്ധം. 32 യുവാവിന് മുത്തിനോടൊത്ത ഗന്ധം. ഡോക്ടർ പറിച്ചതും മറ്റതും നീക്കിയ ഡോക്ടർ പറിച്ചതും മറ്റതും ഏതായാലും ബാല്യകാലത്തിലെ നീ സ്രഷ്ടാവിന് ഓർത്തുകൊള്ളൻ പ്രിയനേ. ബാല്യകാലത്തിലെ നീ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളൻ പ്രിയനേ. ആടാ നേരമില്ല. അപ്പോൾ അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും. പക്ഷിയുടെ ശബ്ദത്തിങ്കൽ ഓടിച്ചു വായിരേ. പാട്ടുകാർത്തികളൊക്കെയും തളരുകയും ചെയ്യും. വെള്ളി അടിക്ക് വന്ന വെള്ളിയും പിച്ചളയൊക്കെ വരും. പിന്നെ അവർ കയറ്റത്തെ പേടിക്കും എന്ന് പറഞ്ഞാൽ ഓടിക്കൊന്ന് കയറാൻ മടിക്കും. താഴെ അങ്ങനെ യോഗം വെച്ചാൽ അവരങ്ങോട്ട് കയറുക എന്ന് പറയും. പണ്ട് 3 ചാട്ടത്തിന് മേളിച്ചെന്ന് അന്നമ്മയാ. ഇപ്പം 3 നില തിളപ്പിരുന്നാ പോകുന്നത്. പിന്നെ വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. അങ്ങ് തോന്നുക. അടുത്തത് ലതാവൃക്ഷം പൂക്കും. അതിപ്പോ അറിയത്തില്ല. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. പൂത്തതേതാ പൂക്കാത്തതേതാ നേരത്തേക്ക് ആയിരുന്നേ അറിയായിരുന്നു. പിന്നെ തുള്ളൻ ഇഴഞ്ഞു നടക്കും. ചുമ്മാ ഇരിക്കുമ്പോൾ പറയാണ്ട് നിറയ്ക്കുന്ന കൊച്ചുങ്ങൾ വന്ന ഒന്നുമില്ല മതി. ആര് പറഞ്ഞതാണ്ട് പോകാറായെന്ന്. പിന്നെ രോചനക്കുരു ഫലിക്കാതെ വരും. വെല്ലൂര് വരെ കൊണ്ടുപോയിട്ട് കേൾക്കുന്നില്ല. അലോപ്പതി ചെയ്ത് നോക്കി, ആയുർവേദം ചെയ്ത് നോക്കി, ഹോമിയോപ്പതി. ഈയിടെ ഒരാൾ പറഞ്ഞു യൂനാനിയും ചെയ്തെന്ന്. അത് വേറെ ചികിത്സയാ യൂനാനി. നിങ്ങളുടെ ആ ഏരിയയിലൊക്കെ ഉണ്ട്. നിലമ്പൂര്. പിന്നെ എനിക്കറിയാം. ഒന്നും ഏക്കുന്നില്ല. രോചനക്കുരു
അതെ, ഞാൻ ഓടിച്ചെങ്കിൽ നിർത്താം. ഇതൊക്കെ സംഭവിക്കും, ഓർത്തോണം. പോകാറായി. ഒരു ദിവസം മരണം നടക്കും. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഒരു ദിവസം ഇവിടം വിട്ടു പോകണം. ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദ് തന്റെ മകൻ ശലോമോനെ വിളിച്ചു പറഞ്ഞൊരു പദമുണ്ട്. വായിച്ച് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ആമേൻ, സ്തോത്രം. ദാവീദ് രാജാവ് എന്തുവാ പറഞ്ഞത്? വായിച്ചേ തന്റെ മകൻ ശലോമോനോട്. 2:1 പെട്ടെന്ന്. ഓരോ താളം മടക്കാതെ ഉദ്ദേശം വെച്ചം കൊണ്ട് മടക്കി പെട്ടെന്ന് കിട്ടും. ദാവീദിന്റെ മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, മകനെ ശലോമോനെ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ വഴി ഞാനും നിങ്ങൾ ഒരു ദിവസം പോകണം. മിടുക്കന്മാരല്ല ഈ വഴി പോയി. പണ്ഡിത ശിരോമണികൾ, അവൻ പദ്യമുണ്ട്, ഭരണമുണ്ട്, കസേരയുണ്ട്, അവന് സ്വത്തുണ്ട്. പക്ഷെ ഈ വഴി പോയേ നോക്കൂ. സകല എണ്ണോ ഈ വഴി പോകണം. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. സകല ആൾക്കാരും ഈ വഴി കടന്നു പോകണം. അല്ല, പോയില്ലെങ്കിൽ പ്രശ്നമാണ്. ഈ ഇരിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ പോകാതെ ഒരു 50 കൊല്ലം കൊണ്ടിരുന്ന അയ്യോ എന്താ പ്രശ്നം? പോയേ നോക്കൂ. പണ്ട് സ്കൂളിൽ പഠിച്ചൊരു കവിത കൊണ്ട്, കാലം ഇല്ലാത്ത കാലം, കാലം വരുന്നില്ല, അതുകൊണ്ട് ഒരെണ്ണം ഇവിടുന്ന് എല്ലാം കുത്തിയിരിക്കുക. മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. കഞ്ഞിക്കും വകയില്ല. കഞ്ഞിക്കും വകയില്ല. 100 പറ വെച്ചാൽ മുതുക്കന്മാർക്ക് അതുകൊണ്ടങ്ങ് അത്രമാത്രം 2 തെറ്റ് വിളമ്പുമ്പോ എത്തുമല്ല. കഞ്ഞി വിളമ്പുമ്പോ ചാകാത്തതല്ല. നമ്മുടെ വിവാഹ ശുശ്രൂഷയ്ക്ക് ആരുമില്ല. പക്ഷെ ഷട്ടറിന്റെ അവിടെ ഇങ്ങനെ ഇടിച്ചു നിൽക്കുന്നതാണ് സകലയാണ്. അപ്പൊ കഞ്ഞിക്ക് വകയില്ല. വീടുകൾ ഓരോടത്ത് കുഞ്ഞുങ്ങൾക്ക് 8-10 പറയരി കൊണ്ടുപോലെ 100 പറ വെച്ചാൽ മുതുക്കന്മാർക്ക് അതുകൊണ്ടങ്ങ് എത്രമാത്രം 2 മരണം വരുമെന്നായി പറഞ്ഞത്. മരിക്കാതെ ഒക്കത്തില്ല, മരിക്കും. ഞാന് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ മാർഗത്തിൽ വന്നത്. അപ്പോൾ പണ്ട് നാമം ചെല്ലിക്കുമ്പോൾ ഹൈന്ദവ സ്നേഹിതന്മാർക്ക് അറിയാം, തെറ്റുകാരനെ ക്ഷമിക്കണം. ആ വരി നല്ല അർത്ഥമുള്ള വരികളാ. അപ്പൊ തെറ്റുകാരനെ നിങ്ങൾ ക്ഷമിക്കണം. ഇപ്പൊ 10-35 കൊല്ലം കഴിഞ്ഞല്ലോ ഇതൊക്കെ ചൊല്ലിയിട്ട്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കും. അപ്പൊ വരി ഇങ്ങനെ, കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം ബത കളയരുതാരും, മരണം വരുമിനി എന്ന് നിനച്ചിക മരുവുക സതതമെന്ന. കുന്നുകൾ പോലെ ധനമുണ്ടാകലും ഇന്ദ്രന് സമമായി വാണിയിടുകിലും ഒന്നുരിയാടുവതിനിട കിട്ട വന്നാൽ യമഭടർ കാലകിങ്കരന്മാർ കയറുമായിട്ട് വരുന്ന നിന്നെ കുരുക്കിടുമ്പോൾ ഒരക്ഷരം മിണ്ടാൻ അനുവദിക്കുകയല്ല. തങ്കമ്മേന്ന് വിളിക്കാൻ ഒരുങ്ങുന്നതാത്ത. തങ്കമ്മേന്ന് വിളിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ കാര്യം അങ്ങനെ തന്നെ. ATM കാർഡ് അക്ഷരം മിണ്ടാൻ അനുവദിക്കത്തില്ല. അപ്പോൾ മരണം ഒരു ദിവസം നിന്നെ പിടികൂടും. കത്തോലിക്കരാകുന്ന സഹോദരന്മാര് ശവസംസ്കാര വേളകളിൽ പണ്ട് പാടും, ഇപ്പൊ കാസറ്റ് ആയിടുന്നത്. പക്ഷെ നല്ലൊരു വരിക, അതും തെറ്റുകാരനെ ക്ഷമിക്കണം. വരി നല്ലതാ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി. പേടിച്ച് പാടാത്ത നിങ്ങൾക്കറിയത്തില്ല പാട്ട്? മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരിക്കൽ അരിക്കും ഈ ലോകം വിട്ട് ഞാൻ നിങ്ങൾ കടന്നു പോകണം. എനിക്ക് എന്നെ കേൾക്കുന്ന ബഹുമാന്യരോട് പറയാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം, മരണത്തിന്റെ തണുത്തകരം വന്ന് തപ്പുന്നതിന് മുമ്പ്, തലോടുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തരനും രക്ഷയില്ല. യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ. രക്ഷപ്പെടാൻ ഒറ്റ വഴി, ഒറ്റ വാതിൽ, ഒറ്റ മാർഗം യേശുക്രിസ്തു മാത്രം.
5 പൈസ കൊടുക്കണ്ട, കാശ് മുടക്കണ്ട, മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും നിന്റെ അടിയും തുണിയും മണിയും കിണിയും ഒന്നും കൊടുക്കണ്ട, ഇരിക്കുന്ന കിടത്തിരുന്ന് കയ്യും കാലും പൊക്കണ്ട. ഒരൊറ്റ വാക്ക് പറ, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എന്റെ യേശുവേ എന്നെ തള്ളിക്കളയരുത്, എന്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു ക്രിസ്തു രക്ഷിക്കും. അവിടുന്ന് ഒരു മതത്തിന്റെ, സഭയുടെ, സംഘടനയുടെ, ഒരു സമൂഹത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴുവോകത്തിന്റെ ദൈവമാ. നീ ഏത് മതത്തിലോ കുലത്തിലോ കുടുംബത്തിലോ നിറത്തിലോ നിലവാരത്തിലോ, അത് പണ്ഡിതനോ ബ്രാഹ്മണനോ കുചേലനോ കുബേരനോ വെളുത്തവനോ കറുത്തവനോ, അത് കാശുള്ളവനോ ഇല്ലാത്തവനോ ആരുമാകട്ടെ, ഇതൊക്കെ മനുഷ്യൻ വെച്ച വേറെ കൃത്യമാ. ഇന്ന് രാത്രി നീ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഒരൊറ്റ വാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച്, എന്റെ ദൈവമേ എന്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. മറ്റൊരു തലനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. എന്ത് വയസ്സ് 9 ആയോ 9:30 ആയോ? 10 പറഞ്ഞെങ്കിലും 10 വരെ എടുക്കുന്നില്ല. 9:45 നിർത്തുക. നിങ്ങൾക്കൊരു സമാധാനമാകട്ടെ. ഇനി അങ്ങോട്ട് എന്ന് വെച്ച് 2 ഉണക്ക ചപ്പാത്തി കഴിച്ചേച്ച് കയറി കിടക്കാനില്ലേ? അപ്പൊ പിന്നെ ഇതുകൂടെ കേട്ടേച്ച് പോകും. ഇത് കറക്റ്റാണോ? പണ്ട് ബോംബെ കണ്ടത് പറ്റിയതുപോലെ പറ്റരുത്. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ദിവസം മരിക്കും, മരിച്ചേ ഒക്കൂ. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിനെന്ത് രാത്രി ദൈവം അവസരം തരിക. 2, ഒരു ന്യായവതിയുണ്ട്. സകല ആൾക്കാരെയും ദൈവം ന്യായം വിധിക്കും. ദുഷ്ടന്മാരെയും വിധിക്കും, നീതിമാന്മാരെയും വിധിക്കും. വാക്യങ്ങളൊക്കെ ഒത്തിരി എടുക്കേണ്ടതുണ്ട്. സകലതും പ്രവർത്തികൾ വെളിപ്പെടുത്തുകയും ചെയ്യും. വിശേഷിച്ച് വിശുദ്ധന്മാരെ ന്യായം വിധിക്കും. അവനവൻ ഈ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും എന്ന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും, അത് വിശുദ്ധന്മാരുടെ കാര്യമാണ്, നാം എല്ലാവരും ക്രിസ്തുവിന്റെ നമ്മളെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമാണ്. യേശു ക്രിസ്തു വീണ്ടും വരും, തിരുസഭയെ ചേർക്കും. പണ്ട് ഞാൻ പ്രസംഗിച്ചപ്പോൾ തിരുസഭയെ ചേർക്കും. സ്വർഗത്തിൽ ചെന്ന ഉടനെ എന്ത് വാങ്ങി ചോദിച്ചപ്പോൾ ഒരു സഹോദരി വള്ളംകാരിയാ, പേര് പറഞ്ഞാൽ ചിലപ്പം ബന്ധക്കാർ വല്ലതും ഇവിടെ ഉണ്ടെങ്കിൽ ഒരു അലോഗ്യം ഉണ്ടാക്കണ്ട, എന്നോട് പറഞ്ഞു സ്വർഗത്തിൽ ചെന്ന ഉടനെ കല്യാണമാണ്. അവളെ 2 കെട്ടിച്ചതാ. എന്നിട്ട് പിന്നെ ഞാൻ ആരാന്ന് ഞാൻ രോഗം കഴിഞ്ഞ് പറഞ്ഞു തരാം. എന്നോടാ പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ഇനിയും കല്യാണമാണോ? ചെന്ന ഉടനെ കല്യാണമല്ല. വേറൊരു അമ്മ പറഞ്ഞു ചെന്ന ഉടനെ ആത്മാവിലാണ്. ഇവിടെ എന്തും വേണ്ട അവസരമുണ്ട്, തലേന്നേരം ഉറങ്ങുക. ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് വേണം. ചെന്ന ഉടനെ ആത്മാവിലാകിയാൽ കല്യാണമല്ല, ചെന്ന ഉടനെ ന്യായവിധിയാണ്. അവിടെ ചെന്ന് ന്യായവിധി എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. അപ്പൊ ഞാന് പണ്ട് പ്രസംഗിച്ചു, സ്വർഗത്തിൽ ചെന്ന ഉടനെ ന്യായവിധി, വിശുദ്ധന്മാർക്ക് ചെന്ന ഉടനെ ന്യായവിധി. അപ്പൊ ഞങ്ങളുടെ ഒരു ബാബുക്കുട്ടി ചോദിച്ചു പിന്നെയും പ്രശ്നമാണോ? കാരണം ഇവിടെ എന്തെല്ലാം കഷ്ടങ്ങളും നഷ്ടങ്ങളും പോരാട്ടങ്ങളും ഒക്കെ സഹിച്ച കർത്താവിന്റെ വരവിലൊന്ന് പോകുന്നു. കുടിക്കുന്നില്ല, വലിക്കുന്നില്ല, അതൊരു പറയുന്നില്ല, സിനിമ കാണുന്നില്ല. വിശുദ്ധന്മാരുടെ കാര്യമായി പറഞ്ഞു. ജോൺസൺ പാസ്റ്റർ സന്തോഷിച്ചൊരു വായിക്കോട്ടെ ശരിയായിട്ടങ്ങ് വന്നു. അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. ഞാൻ പറഞ്ഞ പദം അദ്ദേഹം ശ്രദ്ധിച്ചു, അതുകൊണ്ടാണ്. അപ്പൊ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങളും പോരാട്ടങ്ങളും ആക്ഷേപവും നിന്നെയൊക്കെ സഹിച്ച സ്വർഗത്തിലോട്ട് ചെല്ലുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു സ്വർഗത്തിൽ ചെന്ന ഉടനെ ന്യായവിധി. അതാ ബാബുക്കുട്ടി ചോദിച്ചു പിന്നെയും പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു ബാബുക്കുട്ടി പ്രശ്നമൊന്നുമില്ല, ന്യായവിധി. അപ്പൊ എങ്ങനെ ന്യായവിധി? ഞാൻ പറഞ്ഞു ന്യായമായ വിധി. അതെങ്ങനെ? അതെന്നാ ബാബുക്കുട്ടി അവിടെ കൊണ്ട് നിർത്തിയേച്ച് ബാബുക്കുട്ടി രക്ഷിക്കപ്പെടുന്നത് വരെയുള്ളത് മുഴുവൻ ക്ഷമിച്ചു. രക്ഷിക്കപ്പെട്ടത് സമുദ്രത്തിന്റെ ആഴത്തിലിട്ടു. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം കർത്താവിന്റെ വരവ് വരെ, അല്ലെ മരണം വരെ ചെയ്തതിന് മുഴുവൻ ന്യായം വിധിക്കും. പറഞ്ഞതും പ്രവർത്തിച്ചതും സംസാരിച്ചതും ചെയ്വനക്കല്ല ന്യായം വിധിക്കും. അപ്പൊ എന്നോട് ചോദിച്ചോ അങ്ങനെ പറയുമോ? ഞാൻ പറഞ്ഞു മുഴുവൻ കാര്യവും വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഉടനെ ബാബുക്കുട്ടി ചോദിക്കുക ഞങ്ങളുടെ റോസമ്മ കാണുമോ? എല്ലാം വെളിപ്പെടുമെന്ന് പറയും റോസമ്മ. അപ്പൊ എനിക്ക് മനോദുഃഖം വന്നു. ഞാൻ പറഞ്ഞു ബാബുക്കുട്ടി റോസമ്മയെ കാണിക്കത്തില്ല. ആ സ്തോത്രം, എനിക്ക് അത് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് അതറിഞ്ഞാൽ മതി. അപ്പൊ ഒരു കാര്യം, സകല വിഷയത്തിലും ദൈവം ന്യായം വിധിക്കും. ഒരു ന്യായവിധി ഉണ്ട്. വിശുദ്ധന്മാർക്ക് കൊണ്ട് ന്യായവിധി,
രക്ഷിക്കപ്പെടാത്തവർക്ക് അന്ത്യന്യായവിധിയുണ്ട്. ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കണം. അതുകൊണ്ട് ജീവിക്കുമ്പോൾ, ഈ ഭൂമിക്ക് ജീവിക്കുമ്പോൾ, ന്യായത്തിന് നിരക്കാത്ത, നീതിക്ക് നിരക്കാത്ത, ദൈവവചനത്തിന് നിരക്കാത്ത, പ്രമാണത്തിന് നിരക്കാത്ത ഒരു കാര്യത്തിൽ പറയുവാനോ സംസാരിക്കാനോ കേൾക്കാനോ പോകാനോ ചെയ്യാനോ എനിക്കും നിങ്ങൾക്ക് പ്രമാണമില്ല. വാക്യങ്ങൾ ധാരാളം എടുക്കണം. അവൻ നേരമില്ല. ഒരു ന്യായവിധി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ദൈവത്തിന്റെ മഹത്വം. ആട്ടെ, ഞാൻ പെട്ടെന്ന് നിർത്തുക. 3, യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ, എങ്ങനെയാ പദം? ദൈവരാശി ഒന്ന് വായിച്ച പദം എങ്ങനെയാ? ഒരിക്കൽ മരിക്കുകയും. അല്ലല്ല, 28 വായിച്ചാ മതി. അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ആര്? യേശു ക്രിസ്തു. അതെന്താ രണ്ടാമതും പ്രത്യക്ഷനാകുമെന്ന് എടുത്തെഴുതിയത്? ഒന്നാമത് പ്രത്യക്ഷനായി. അതേതാ ഒന്നാമത്തെ പ്രത്യക്ഷത? 26-ാം വാക്യം വായിച്ച 26. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായപ്പോൾ കന്യാസൂനുമായി ഈ ഭൂമിയിൽ തികവെങ്കിൽ യേശു ക്രിസ്തു മറിയ എന്ന് പറയുന്ന മാന്യ ആ വനിതയുടെ ഉദരത്തിൽ യേശു ക്രിസ്തു വചനങ്കടമായി ഒഴിവായി ആ കർത്താവിനെ ആമേ പ്രസവകാലം തികഞ്ഞ് മറിയം പ്രസവിച്ചു. ആമേൻ. ആ കർത്താവ് നാടെങ്ങും നന്മ സുവിശേഷിച്ച് മുമ്പേ ഓർപ്പിച്ചല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, മരിച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി, കുരുടർക്ക് കാഴ്ചയും ചെകിടകർക്ക് കേൾവിയും മുടന്തരെ നടത്തിയ അത്ഭുതങ്ങളാലും അടയാളങ്ങളാൽ ഈ ഭൂമിയിൽ അവിടുന്ന് ജീവിച്ചു. അതായിരുന്നു ആദ്യത്തെ പ്രത്യക്ഷത. എന്തിനാണ് ആദ്യത്തെ പ്രത്യക്ഷത? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. അതെങ്ങനെയാ പാപപരിഹാരം? ആ റോമാലേഖനത്തിൽ വായിക്കുന്നത് ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും പാപം ചെയ്തു. അയിമേനിയും തിരുമേനിയും പണ്ഡിതനും പാമരനും കാശുള്ളവനും കാശില്ലാത്തവനും സകല ആൾക്കാർ ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്തെന്ന റോമാലേഖനം. അതിൽ ഏറ്റവും വലിയ പാപമല്ല, അതിലൊരു പാപം ഒത്തിരി ഉണ്ട്. ഒരു പാപം എടുത്തു പറയുന്നത് അക്ഷയനായ ദൈവത്തെ ജയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യം ആക്കി കളഞ്ഞെന്ന. അങ്ങനെ ദൈവരാശി ആ വാക്യം വായിച്ച് 1-ാം അധ്യായത്തിന്റെ 24-ആണോ 3-ആണോ ഒന്ന് വായിച്ചേ. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ. അപ്പൊ ആദ്യം ഈ ദൈവം അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി. എങ്ങനെയുണ്ട്? നിങ്ങൾ എന്തൊരു വിരുദ്ധതയാന്ന് ഓർത്തോണം. ദൈവം അവിടുത്തെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആ മനുഷ്യനെ സൃഷ്ടിച്ചത്. അന്നേരം മനുഷ്യൻ ഇപ്പം ദൈവത്തെ സൃഷ്ടിക്കുക. ആ മനുഷ്യൻ ദൈവത്തെ ഉണ്ടാക്കുന്ന എങ്ങനെയാ? ക്ഷയമുള്ള മനുഷ്യൻ. അപ്പൊ ആദ്യം മനുഷ്യനെയാ ഉണ്ടാക്കിയ, മനുഷ്യനെ ദൈവമാക്കി. ഇപ്പൊ അങ്ങനല്ലേ, മനുഷ്യനെ എല്ലാം പിടിച്ച് ദൈവമാക്കുക. ഒരു ചില വിശേഷത ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഉടനെ ഇപ്പൊ ആളദൈവങ്ങൾ പെന്തിക്കോസിലുമായി. ദൈവം വന്നെന്ന് പറഞ്ഞ വിഷയമല്ല, വാസ്തു വന്നില്ലേ വിഷയമാണ്. പുള്ളി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പുള്ളിയെ ഒന്ന് കണ്ട ദൈവമാക്കുക, തന്നെ പിടിച്ചങ്ങ് ദൈവമാക്കുക. അങ്ങനെയൊന്നും ചെയ്യരുത്. ദൈവത്തിന്റെ വിശേഷതയുണ്ട്. മനുഷ്യൻ ചെയ്യിക്കുന്നവനാ, മനുഷ്യനെ ദൈവമാക്കരുത്. ആണും പെണ്ണും എല്ലാം ഇപ്പൊ ദൈവം കളിക്കുന്ന ആൾക്കാരുണ്ട്. പെണ്ണുങ്ങൾക്ക് ദൈവം കളിക്കുന്നതാ കാശ് കൂടുതൽ. അവർക്ക് അതിന്റെ മട്ടം അറിയാം. ഇത് ചെയ്യിക്കുന്നതാ മനുഷ്യൻ. പിന്നെ പക്ഷിയൊക്കെ പിടിച്ചങ്ങ് ദൈവമാക്കുക. നാൽക്കാലി, എന്നിവയുടെ രൂപസാദൃശ്യം. അത് ഞാൻ വിവരിക്കുന്നില്ല. ഇതൊക്കെയാ പാപം. താഴോട്ട് 20 കൂട്ടം കാര്യം എഴുതിയിട്ടുണ്ട്. അത് 18-ാം വാക്യമാണോ? 20 കൂട്ടം കാര്യമുണ്ട്. എല്ലാം ഞാൻ വായിപ്പിക്കുന്നില്ല. ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ പിന്നീട് വായിച്ചു. അപ്പോൾ ഇത് മനുഷ്യൻ ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്തു. അങ്ങനെയുള്ള മനുഷ്യവർഗം പാപികളായി തീർന്നപ്പോൾ ആ പാപികളെ രക്ഷിപ്പാൻ പാപമില്ലാത്ത പരിശുദ്ധൻ സ്വർഗ മഹിമകൾ വിടഞ്ഞ് ഈ താണലോകത്തിൽ ഇറങ്ങി വന്നു. ഇന്ന് രാത്രി ആദ്യത്തെ പ്രത്യക്ഷത മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ.
എങ്ങനെയാ പാപപരിഹാരം ഉണ്ടാകും? യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ. യേശുവിന്റെ രക്തം കൊണ്ട് നിന്റെ സകല പാപവും പരിഹരിക്കും. അവിടുത്തെ രക്തം പുണ്യാക രക്തം, വെളിയേറിയ രക്തം, ഗുണകരമായി സംസാരിക്കുന്ന രക്തം മാത്രമാണോ രോഗത്തെ സൗഖ്യമാക്കുന്ന രക്തം. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടവെ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന്റെ തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ഇന്ന് രാത്രി സ്നേഹിത സുഹൃത്തെ മാതാവേ നിന്റെ പാപം പോക്കി ശുദ്ധീകരിക്കും. എത്ര കടിച്ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും. എത്ര രക്താംബരം പോലെ ഇരുന്നാലും പഞ്ഞി പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധ രക്തമാണ് യേശു ക്രിസ്തുവിന്റെ രക്തം. ആ പാപപരിഹാരം വരുത്താനാ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ പാപപരിഹാരം വരുത്തി തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെടുത്ത് പറയും പോലെ ഉയർത്തെഴുന്നേറ്റ് അരിമ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടൊടുവിൽ അവരെ ബലാന്യോളം കൂട്ടിക്കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്തേച്ചു. സ്വർഗത്തിലേക്ക് പോയി ഇപ്പോൾ പക്ഷപാതം ചെയ്യുന്നു. പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തു അധികം താമസിക്കാതെ വീണ്ടും രണ്ടാമത് പ്രത്യക്ഷപ്പെടാൻ പോവുക. ഇന്ന് രാത്രി അപ്രത്യക്ഷത എന്തിനാണെന്നറിയാമോ? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് എന്ന് പറഞ്ഞാൽ ആരെ രക്ഷിപ്പാ? ആ രക്ഷയ്ക്ക് പൂർണ്ണത വരിക. ആരെ രക്ഷിക്കാൻ? മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശയെടുത്ത് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് അവൻ ദൈവത്തോടും മനസ്സോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിച്ച് ഓരോ ദിവസങ്ങളും മാനസാന്തരപ്പെട്ട് അവിടുത്തെ വരവനായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു ക്രിസ്തു വീണ്ടും വരും. എന്നെ കേൾക്കുന്ന പ്രിയരെ, കൈവിടപ്പെട്ടു പോകരുത്. ആരും നഷ്ടപ്പെട്ടു പോകരുത്. ഇവിടെ ഒന്നും നേടിയില്ലെങ്കിലും ലഭിച്ചില്ലെങ്കിലും ആ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകരുത്. സകല ആൾക്കാരും നിത്യതയിലെത്തണം. അതിനുള്ള പ്രമാണമായി ഇപ്പൊ പറഞ്ഞത്. ബാക്കി ഭാര്യമൊക്കെ നാളെയും കർത്തദാസൻ പറയും. അവൻ ഇന്ന് രാത്രി നമുക്കൊന്ന് സമർപ്പിക്കാം. 1, ഒരിക്കൽ മരിക്കും. 2, ന്യായവതിയുണ്ട്. 3, യേശു ക്രിസ്തു തിരുസഭയെ ചേർക്കാൻ വീണ്ടും വരും. ആ വരവിൽ എടുക്കപ്പെടണം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ മഹത്വം അല്പസമയം എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓ, പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ പാടി നമുക്ക് അങ്ങ് പിരിയാം. കാത്തിരിക്കും വിശുദ്ധരെല്ലാം കടികനെ പോലെ ഗമിക്കും. കാത്തിരിക്കും വിശുദ്ധരൻ അവൻ കടുകനെ പോലെ ഗമിക്കും. ഓ, മധ്യാകാശമണികാരൻ കൈയടിച്ച് ചേർന്ന് അവനെന്നെ വഴി നടത്തും. അവനെന്നെ വഴി നടത്തും. എന്റെ പ്രിയൻ വാനിൽ എന്റെ പ്രിയൻ വാനിൽ ഓ ഉയർത്തിയോടി ഓ സോദരനെ യേശുവിന്റെ അടിസ്ഥാനം അവനെന്നെ വഴി നടത്തും. അവനെന്നെ വഴി നടത്തും. ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇതുവരെയും എന്നെ കേട്ടിരുന്ന ബഹുമാനരായ പിതാക്കന്മാർ, മാതാക്കൾ, കുഞ്ഞുങ്ങൾ, സമീപവാസികൾ, സ്ഥലവാസികൾ, ആദരണരായ ബഹുമാന്യ കർത്തദാസന്മാർ, എല്ലാവർക്കും നന്ദി. 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണേ. ആവതുണ്ടെങ്കിൽ ഒറ്റ മിനിറ്റ് അധികം ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല. ഒക്കെന്നെങ്കിൽ ആരോഗ്യം ആകോ ഉണ്ടെങ്കിൽ കരങ്ങളൊന്ന് വീഴ്ച ദൈവത്തെ മഹത്വപ്പെടുത്താം. 2 കരവും ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ. കരങ്ങൾ വീശി ചേർന്ന് പാടും. ഓ, ഇന്നും എന്നേക്കും വേർപിരിയാതെ
ക്രിസ്തുവിനൂടെ. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ